മലയാളത്തിലെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കോമിക് ബുക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ കാരണം മലയാളത്തിന് മുമ്പും കോമിക്സ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ന്യൂസ് പേപ്പറുകളിലായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ മാസികളുടെ ഇടയ്ക്കായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു എൻറ്റയർ കോമിക് ബുക്ക് ഒരു കഥാപാത്രത്തിന് വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നത് 1970-കളിലാണ്. ഈ കഥാപാത്രം പിന്നീട് നമുക്കെല്ലാവർക്കും ഭയങ്കര സുപരിചിതമായി ഒരു ഭയങ്കര ജനപ്രിയമായ സിനിമയിലൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ. അപ്പോൾ ഈ കഥാപാത്രത്തെ തേടിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. കഥകളിലെ ആദ്യത്തെ യാത്ര ഈ കഥാപാത്രത്തെ തേടിക്കൊണ്ട് മാത്രമാണ്. CID മൂസ. ആഹാ. നമ്മളുടെ മലയാളം കോമിക്സ് അല്ലെങ്കിൽ മലയാളം സിനിമകളിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ദർ. വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പല സിനിമകളും കോമിക്കുകളും പുസ്തകങ്ങൾ വരെ നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. എന്തിനാ, ഈ ഓതേഴ്സിൻ്റെ കയ്യിൽ പോലും പുസ്തകങ്ങളില്ല. ആ സമയത്താണ് ഈ തൃശ്ശൂരുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഹു വാസ് വെരി ഫനാറ്റിക് അബൌട്ട് കളക്ടിങ് ഓൾഡ് മലയാളം മൂവീസ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കൂടെ പഴയ സിനിമകൾ ഇവിടെ ഏതോ അന്ന് ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിനപ്പുറം ഏതോ ഒരു സ്ഥലത്ത് ഒരു പഴയ 4 സിനിമകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതിനെ ഹണ്ടിങ്ങിന് പോവാണ്. അദ്ദേഹം സംസാരിച്ചിരുന്നപ്പോൾ അന്ന് ഇതേ താല്പര്യമുള്ള 3-4 പേരുണ്ടായിരുന്നു. ഒരു രാധാകൃഷ്ണൻ സാർ എന്നുണ്ട്, സെക്രട്ടറി, ഒരു ഡെപ്യൂട്ടി ലോ സെക്രട്ടറി ആയിരുന്നു. എന്തോ ബൈ ചാൻസ് പറഞ്ഞിരുന്നപ്പോൾ CID മൂസയുടെ പേര് വന്നു. പെട്ടെന്നാണ് എന്തോ പണ്ടെന്തോ വായിച്ച എന്തോ ഒരു വേഗ് മെമ്മറി CID മൂസ അതങ്ങ് ട്രിഗർ ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, സാർ ഇതിൻ്റെ ഓർമ്മയുണ്ടോ? അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആ ഇതിലിരുന്നത് ഒരു സജിത് ഭാസ്കർ എന്ന് പറഞ്ഞൊരു വ്യക്തി, രാധാകൃഷ്ണൻ സാറ്, ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ നേരെ പെട്ടെന്നാണ് ഞാൻ ചോദിച്ചു എന്താണ്. കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയതാണെന്ന് സജിത് സാർ പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ അന്ന് കോമിക്സിലേക്ക് ആദ്യമായിട്ട് ചർച്ച വീണ്ടും അങ്ങോട്ട് മാറി. അന്ന് ഫ്ലൈറ്റ് 731 എന്നൊരു കോമിക് വായിച്ചത്. അതെല്ലാം ഈ 70s ഇവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള കഥയാണ്. അതിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്, ഇരുമ്പ് കൈ മായവേ എന്ന പേരെല്ലാം വന്നു. അപ്പോൾ എനിക്ക് കണ്ണാടി വിശ്വനാഥൻ പേരെന്തോ എനിക്കെന്തോ അത് സ്ട്രൈക്ക് ചെയ്തു. അന്ന് ഒരു ഓൾഡ് മലയാളം സിനിമ എന്ന് പറഞ്ഞൊരു ഒരു ബ്ലോഗ് ഉണ്ടായിരുന്നു, ഒരു ബിജു എബൻസർ നടത്തുന്ന. അതിൽ CID നസീറിനെ പറ്റി ഒരു ഇത് വന്നപ്പോൾ ഞാനൊരു കമൻറ്റ് ഇട്ടു, CID മൂസ ബൈ കണ്ണാടി വിശ്വനാഥിനെ പറ്റി. ഇതിലിങ്ങനെ പലരും കമൻസ് ഇട്ടപ്പോൾ അയ്യോ ഐ റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഈ ഫ്ലൈറ്റ് 731 എഴുതിയത് കണ്ണാടി വിശ്വനാഥൻ മനസ്സിലാകുന്നത്. ഇരുമ്പ് കൈ മായവ എഴുതിയത് ഇദ്ദേഹമാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഒന്ന് കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം വന്നു. നെറ്റ് നോക്കി ഒന്നും കിട്ടും. CID മൂസ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന മൂവിയെ പറ്റിയാണ്, അല്ലാണ്ട് വേറൊരു ഒന്നും കിട്ടുന്നില്ല. ഏതോ ഒരു പുസ്തകം, എനിക്ക് തോന്നുന്നു PK രാജേശ്വരൻ സാർ എഴുതിയ പുസ്തകമാണെന്ന് തോന്നുന്നു, അതിൽ ഒരു വായിച്ചപ്പോൾ കണ്ണാടി വിശ്വനാഥൻ പണ്ട് കണ്ണാടി NSSൻ്റെ ഖജാൻജിയായിരുന്നു എന്ന് എഴുതിണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കണ്ണാടി NSSലേക്ക് ഒരു ലെറ്റർ അയച്ചു, ഇങ്ങനൊരു വ്യക്തിയെപ്പറ്റി അറിയാമോ. ഫേസ്ബുക്കിൽ കിട്ടിയാണ് അഡ്രസ്സ് ഇട്ടത്. എൻ്റെ ലെറ്റർ തന്നെ അയച്ചത്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി വന്നു, ഇദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന് 19 വയസ്സൊക്കെ ഉള്ളായി, അദ്ദേഹം താമസിക്കുന്ന NSS കണ്ണാടിയുടെ തൊട്ടുപുറത്ത് തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഇട്ട് ഞാൻ ലെറ്റർ അയച്ചു. അദ്ദേഹം പിന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തു, ഫോൺ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ആദ്യം പോകുന്നത്. അവിടെ പോകുമ്പോൾ CID മൂസയുടെ ഒരു പടം പോലും കയ്യിലില്ല. ഇങ്ങനെ കുറേ സംശയങ്ങൾ വന്നു. ഇരുമ്പ് കൈ മായവയെ പറ്റി സംസാരിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇരുമ്പ് കൈ മായവയും ഈ ഫ്ലൈറ്റ് 731 എല്ലാം തമിഴിലിറക്കിയ ഒരു പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ തിരിക്കുന്നത് തമിഴിലിറങ്ങിയത് അത് ഒറിജിനലായിരിക്കുന്നതാണ്. അതിനെപ്പറ്റി ഇഷ്ടംപോലെ ഇൻഫർമേഷൻ, ലയൺ മുത്തു കോമിക്സിനെ പറ്റി ഇഷ്ടംപോലെ ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ അറിയുന്നത് ഈ ഇരുമ്പ് കൈ മായാവി എന്ന് പറയുന്നത് സ്റ്റീൽ ക്ലോ എന്ന ഫ്ലീറ്റ് വേ ഇറക്കിയ കോമിക്കിൻ്റെ തമിഴ് വേർഷനായിരുന്നു ഇരുമ്പ് കൈ മായാവി. അതിൽ നിന്നാണ് ഇദ്ദേഹം
മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ നമ്മളുടെ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കോമിക്ക് ഈ ഇരുമ്പ് കൈ മായാവിയാണ്. ഇരുമ്പ് കൈ മായാവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ന് വെച്ചാൽ മനസ്സിൽ അത്രയും പതിഞ്ഞൊരു കാര്യമാണ്. കാരണം അതിൻ്റെ ആ പുതുമയുള്ളൊരു കഥ തന്നെ. ഞാൻ പിന്നെ വീണ്ടും കോമിക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഏറ്റവും അധികം ഈ ഒരു കോമിക് ബുക്ക് കിട്ടാൻ വേണ്ടി ശ്രമിച്ചത് ഈ ഇരുമ്പ് കൈ മായാവിയാണ്. പക്ഷെ അത് ഇരുമ്പ് കൈ മായാവിയുടെ തമിഴ് വേർഷൻ ഇഷ്ടം പോലെയുണ്ട്, ഇംഗ്ലീഷ് സ്റ്റീൽ ക്ലോസ് എന്ന് പറഞ്ഞുള്ള ധാരാളമുണ്ട്. പക്ഷേ മലയാളത്തിൽ മാത്രം അതിൻ്റെ ഒറ്റയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇരുമ്പ് കൈ മായാവിയെ മലയാളികൾക്ക് സുപരിചിതനാക്കിയ ആ എഴുത്തുകാരനെ തേടി ഞങ്ങളും നാരായണേട്ടനും രാജേഷ് ഏട്ടനും കൂടെ ചെന്നത് പാലക്കാട്ടിലൊരു ഗ്രാമത്തിലായിരുന്നു, കണ്ണാടി എന്നു പേരുള്ളൊരു ഗ്രാമത്തിൽ. അവിടെ 90കളുടെ നിറവിലും നമ്മളെ കാത്തിരുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, കണ്ണാടി വിശ്വനാഥൻ. ഇരുമ്പ് കൈ മായാവി തമിഴിലാണ്, കംപ്ലീറ്റ് തമിഴാണ്. ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് അത്രേ ഉള്ളൂ. അത് തമിഴ് തന്നെയാണ്. തമിഴ് എന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷനാണ് തമിഴ്, അതിൽ നിന്ന് മലയാളം. ഇരുമ്പ് കൈ മായാവി അതുപോലെ തന്നെ മഞ്ഞുകെട്ട രഹസ്യം. അല്ല, എനിക്ക് തമിഴിലത് വായിക്കുമ്പോഴത്തെ തന്നെ എൻ്റെ മനസ്സിൽ മലയാളം വന്നുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അത് എന്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, അതങ്ങനെ ആയിരുന്നു. ഞാൻ ശിവകാശി പോകും, അവിടെയാണ് പ്രിൻ്റ് ചെയ്തത്. അവിടെ പോയി ഒരാൾ താമസിക്കും. എന്നിട്ട് അവിടെ ഫസ്റ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്ത് ഞാനത് വായിച്ച് നോക്കി സർട്ടിഫൈഡ് കൊടുത്താലേ പിന്നെ ബുക്ക് ചെയ്യും. അവിടെ താമസം ചെയ്യണത്. കാരണം നമ്മൾ കൊടുക്കുന്നത് മലയാളം, അവർക്ക് മലയാളം അറിയില്ല. അത് അവരെന്തെങ്കിലും സ്ഥലമായിട്ട് വൃത്തികേടായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്ത് തന്നെ തരും, ഞാനത് വായിച്ച് നോക്കണം. അത് പ്രൂഫ് നോക്കിയിട്ട് ശരിയാണെന്ന് പറഞ്ഞാലേ പിന്നെ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഇരുമ്പ് കൈ മായാവി അതിൻ്റെ ഒരു എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കത് പുസ്തകമായിട്ട് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലെ. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു ലക്കത്തിലുള്ള പ്രസിദ്ധീകരിച്ച പുസ്തകം മാത്രമേ എവിടെ നിന്ന് പിന്നീട് കാണും എങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ആ പ്രസിദ്ധീകരിച്ച ആ സമയത്ത് കാണാൻ അല്ല ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അതുവരെ കാണാത്ത രീതിയിലുള്ള വരയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. നല്ല കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള വരയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന്. പിന്നെ അതിൻ്റെ ആ വിഷയം അത് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സംഗതിയാണ്. കുട്ടിക്കാലത്ത് ഒരു കൈ മാത്രം സഞ്ചരിച്ചിങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾക്കത് ഒരു വേറൊരു ലോകത്തേക്ക് എത്തിപ്പോകുമല്ലോ. അപ്പോൾ ആ ഒരു ഫാൻറ്റസിയുടെ അതിലെ ഒരു ഇഷ്ടം കൂടെയാണ് അതിൻ്റെ അകത്ത് രസമായിട്ട് തോന്നിയത്. അന്ന് വിശ്വനാഥ് സാർ പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് ഹി ഹാസ് നെവർ റെഡ് ദി ഒറിജിനൽ ഇംഗ്ലീഷ് സ്റ്റോറീസ്. ഫ്ലൈറ്റ് 731 is actually the translation of ബറാക്കുഡ ആൻഡ് ഫ്രോളോ സ്റ്റോറി പേയ്മെൻറ്റ് ഇൻ ഡെത്ത്. അത് അദ്ദേഹം വായിച്ചിട്ടില്ല. അതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത തമിഴ് കോമിക് എന്നുള്ള ട്രാൻസ്ലേഷനായിരുന്നു ഈ ഫ്ലൈറ്റ് 731 എന്നുള്ള 20,000 കോപ്പിയോളം വിറ്റുപോയ ആ കോമിക്. അപ്പോഴും നമ്മുടെ കയ്യിൽ CID മൂസ കിട്ടിയിട്ടില്ല. പിന്നെ അത് എന്തോ ഒരു ഒബ്സഷനായി മാറി. ഒരു CID മൂസ കോമിക് കിട്ടണം. അത് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു സമയത്ത് പിന്നെ പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും പല ആളുകളും പണ്ട് സ്കൂളിൽ CID മൂസ വായിച്ചതും പുസ്തകത്തിൻ്റെ അകത്ത് ഇത് കൊണ്ടുപോയി നടക്കുന്നതും എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും വലിയ തമാശ കണ്ണാടി വിശ്വനാഥ് സാറിൻ്റെ ഒരു അപ്രോച്ചിന് എന്തിനാ ഇത് വേണ്ടത്, എന്തിനാ, ഇതെല്ലാം അന്നത്തെ കാലത്ത് വിട്ടു, അത് കഴിഞ്ഞു. അല്ലാണ്ട് അദ്ദേഹം ഒരു ജനറേഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ഉള്ളത് അദ്ദേഹം പോലും അത് റിയലൈസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അദ്ദേഹത്തെ കൊച്ചുമക്കൾക്ക് പോലും അറിയത്തില്ല, ഹൗ ഹി ഇൻഫ്ലുവൻസ്ഡ് ജനറേഷൻ എന്നുള്ളത്. ഞാനൊരു ദിലീപിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു, നമ്മുടെ ആക്ടർ ദിലീപിൻ്റെ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് CID മൂസ ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് സിനിമ പേര് കണ്ടെത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് പറയുന്നുണ്ടായിരുന്നു കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പേരെടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുന്നത് ഇതെന്താ ഇത് മുത്തശ്ശൻ്റെ പേരിൽ കഥ ഉണ്ടായിരുന്നോ? അപ്പോഴാണ് എനിക്ക് ഇവർ ഈ ഹിസ്റ്ററി പറഞ്ഞു തരുന്നത്. ഇങ്ങനെ മുത്തശ്ശൻ പണ്ട് എഴുതുമായിരുന്നു, അതിലെ ഒരു കഥയിലെ ബെസ്റ്റ് കഥയാണ് CID മൂസ. CID മൂസ എൻ്റെ മനസ്സിൽ തോന്നിയത് ആ കഥയ്ക്ക് പറ്റിയ ഒരാൾ ഇവിടെ റൗഡിയായിരിക്കണം, കുറച്ച് തെമ്മാടിയായിരിക്കണം, എന്നും ഏൽക്കാൻ പറ്റിയ ഒരാളെ ഇതൊരു മനസ്സിലായിരുന്നു. എനിക്ക് ആ കഥാനായകനെ പറ്റിയ ധാരണ അതായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മൂസ പാട്ട് പേര് കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ കളയെടുത്തിട്ടൊക്കെ ആളായിരുന്നു, ഒന്നിനും കൂസാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഈ കഥാനായകൻ ഇട്ട് മാത്രമേ ഉള്ളൂ. ഒന്നിനും കൂസാത്തവനാണ് മൂസ. CID മൂസ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ആ സിനിമയെ തന്നെ കാണുന്നുണ്ട്. കുറേ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേയും കൂടി തമാശ രൂപത്തിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ പഴയ കാലഘട്ടത്തിലെ 1-2 എപ്പിസോഡ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ചിരി തോന്നും. കാരണം ഒരാൾ വെടിവെക്കുകയാണെങ്കിൽ
പിന്നെ ആ ഉണ്ട ഇങ്ങനെ പിന്നെ നമ്മളുടെ ഹീറോയുടെ നേരെ വരുമ്പോൾ അയാൾ ചിന്തിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞു മാറിയാലോ, എന്നിട്ട് അയാൾ ഒഴിഞ്ഞു മാറിയിട്ട് ആ ഉണ്ട അടുത്തു കൂടെ പോകുന്നതും ഉണ്ട കൈകൊണ്ട് പിടിക്കുന്നതും ഇങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളാണ്. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സിനിമ എല്ലാവർക്കും അറിയാം, പക്ഷേ കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കലാകാരനെ കുറച്ച് പേരൊക്കെ അറിയുന്നുണ്ട്. സിനിമ അറിയുന്ന പോലെ അറിയില്ല. അപ്പോൾ അതെപ്പോഴെങ്കിലും സാറിന് ഒരു വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? എനിക്ക് വിഷമമൊന്നും, എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ. എൻ്റെ ഒരു കഥ എന്നെക്കൊണ്ട് പറ്റിയില്ല, അവർക്ക് ചെയ്തില്ലെന്ന് അത്രയേ ഉള്ളൂ. എനിക്ക് നല്ല സന്തോഷം തോന്നിയത്. മലയാളത്തിൽ അതിനു മുമ്പ് കോമിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബനും മോളിയും PK മന്ത്രിയുടെ പാച്ചുവും കോവാലിനുമായിരുന്നു ഒരു വളരെ ഒരു പോപ്പുലർ കോമിക്സ് എന്നുള്ളത്. അതുകൂടാതെ സോമനാഥൻ സാറിൻ്റെ, കൊല്ലത്തുള്ള സോമനാഥൻ സാറിൻ്റെ ചിന്നൻ ചുണ്ടലി, ചെല്ലൻ മുയൽ, അങ്ങനെ കുറച്ച് കോമിക്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്ത് ഒരു കോമിക് എന്നുള്ള വെറും കോമഡി അല്ല, ആക്ഷൻ കോമിക്സ് എന്നുള്ളതിൽ വന്നിരിക്കുന്ന തനി മലയാളിയായ ആദ്യത്തെ ഹീറോ CID മൂസ തന്നെയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടൊരു കോമിക്ക് ഞങ്ങളുടേതായിരുന്നു. അച്യുതൻ ബുക്ക് ഹൗസർ ആദ്യമായിട്ട് ഇറക്കിയത് അത് ഞങ്ങളുടെ ബുക്കാണ്. ഇതിങ്ങനെ കുറേ കൂടി പോപ്പുലറായപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിനോട് ആഗ്രഹം തോന്നി. അവർ സ്വയമായിട്ട് കുറേ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒന്നും മാർക്കറ്റിൽ വിലപ്പോയില്ല. ഞങ്ങളുടെ ബുക്ക് വന്നാൽ പിന്നെ ഏതും ബുക്കില്ല, ഉറപ്പായി. നല്ല സെയിൽസായിരുന്നു. ഞങ്ങൾ പൂമ്പാറ്റയെ പറ്റി പറയുമ്പോഴും ഇതാണ്, പൂമ്പാറ്റയുടെ പ്രസിദ്ധീകരണം പ്രചാരത്തിലിരിക്കുമ്പോൾ തന്നെ കണ്ണാടി വിശ്വനാഥൻ്റെ അച്യുതൻ കോമിക്സ് തുടങ്ങിയതൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. ഒരുപക്ഷെ സർക്കുലേഷനിലൊക്കെ കുറച്ച് കുറവായിരിക്കും, കാരണം പേരൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത് പൂമ്പാറ്റയാണല്ലോ. മറ്റത് കുട്ടികൾക്ക് കിട്ടുന്ന ലളിത സമ്പാദ്യത്തിൽ നിന്ന്, ഇന്നത്തെ പോലെ അവർക്ക് പോക്കറ്റ് മണിയൊന്നും കിട്ടാത്ത കാലത്ത് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർ മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ മുതിർന്ന ഇത് വായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും വായിക്കുന്നതിൻ്റെ ശേഷിപ്പുകൾ വായിക്കേണ്ട സ്ഥിതി വരും. അപ്പോൾ എനിക്ക് രസകരമായ പല അനുഭവങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പൂമ്പാറ്റ കൊണ്ടു കൊടുക്കുന്നത്, അത് സ്കൂളിൽ കൊണ്ടുപോകുന്ന എൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ, അവർ പൂമ്പാറ്റയ്ക്ക് മാർക്കറ്റിലെത്തുന്നതിന് മുമ്പ് കിട്ടുന്നതുകൊണ്ട് ക്ലാസ്സിൽ വലിയ സ്വീകാര്യതയുണ്ടായിരുന്നത്. അത് വാങ്ങിച്ച് അവർ പകരം അവരുടെ കയ്യിലിരിക്കുന്ന അച്യുതൻ കോമിക്സിൻ്റെ ഈ ടമാർ പ്ലമാർ മേടിച്ച് വായിച്ചിരുന്ന കഥയൊക്കെ അവർ പറഞ്ഞ് ഞങ്ങൾ പിൽക്കാലത്ത് രസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ്, ഇതെല്ലാം സമൂഹത്തിലെ വിവിധ താല്പര്യമുള്ളവർക്ക് വായിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ മൗലികതയെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അദ്ദേഹം തമിഴിൽ ചെയ്തിരുന്നു, മറ്റേ ഇംഗ്ലീഷിൽ നിന്ന് വന്ന കോമിക്സിൻ്റെ അനുകരണങ്ങളായിരുന്നു ഇരുമ്പ് കൈ, മായാവി, അങ്ങനത്തെ ക്ലാസിക്സിലൊക്കെ നമുക്ക് പല കഥകളുണ്ട്. അത്തരത്തിലുള്ളത് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതെവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല പ്രധാനം, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു. അതിനും വായനക്കാരുണ്ടായിരുന്നു. ആ വായനക്കാരൊക്കെ അതിന് ശേഷം അധോലോക നായകന്മാരായി എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഇത് അധോലോക നായകന്മാരെല്ലാവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ആവാത്തവർ ആ ലോകത്തെപ്പറ്റി ഒരു ഫാൻറ്റസി ഉണ്ട്. ആ ഫാൻറ്റസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ അത് മാത്രം വായിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരഭിപ്രായമുണ്ട്. അത് വായിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു വായനക്കാരനായിരുന്നില്ല. നമ്മുടെ ഈ യുക്തിബോധമോ ശാസ്ത്രജ്ഞാനമോ ഒക്കെ ഞാനിതൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന കാലത്ത് നമ്മളെ വല്ലാതെ പിന്നോട്ടടിച്ചിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വലിയൊരു ആരാധകനായിരുന്നില്ല. അപ്പം ഞാനൊക്കെ കുറച്ച് മുതിർന്നതിന് ശേഷമാണ് ഇതൊക്കെ വന്നത് എന്നുള്ളത് കൊണ്ടാണത്. പക്ഷേ അതിന് നമ്മുടെ സമൂഹത്തിൽ നല്ല വേരോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ റൈവൽ അതാണെന്ന് പോലും പറയേണ്ടി വന്നിരുന്നു. ബാലരമ ആയിരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നു. കാരണം വ്യത്യസ്തമായ ഒരു കൾച്ചറിലുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. ഞങ്ങളുടെ സെയിം കൾച്ചറിലുള്ള പ്രസിദ്ധീകരണം, ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന പ്രസിദ്ധീകരണം ഞങ്ങളുടെ ഒരു റൈവലായിട്ട് ഞാൻ കാണുന്നില്ല. അത് നമ്മൾ നന്നായിട്ട് പോവുകയാണെങ്കിൽ അവർക്കൊരിക്കലും മുന്നിൽ കയറാൻ പറ്റില്ല. പക്ഷേ വേറൊരു കൾച്ചറിൻ്റെ അധിനിവേശം അത് തീർച്ചയായിട്ടും നമുക്കൊരു ഭീഷണിയായിട്ട് കാണുകയും അവരിൽ എന്താണ് കുട്ടികളിൽ ആകർഷിക്കുന്ന പോയിൻ്റ് അതിനകത്തുള്ളതെന്ന് ഞാൻ കൗതുകപൂർവ്വം നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് അത് ഈ ജെയിംസ് ബോണ്ടിൻ്റെയും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും മലയാളത്തിലുള്ള ഒറിജിനലായിട്ടുള്ള ഒരു കോമിക്ക് CID മൂസ തന്നെയാണ്. ഞാൻ ഒന്നോ രണ്ടോ കഥകൾ അദ്ദേഹത്തിന് ഈ മൂസയുടെ വായിച്ചിട്ടുള്ളൂ, ഇപ്പോഴും ഓർമ്മയുള്ളതില്ല. ജസ്റ്റ് ഇമാജിൻ 70s കണ്ണാടി പോലത്തെ പാലക്കാടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലിരുന്നുകൊണ്ട് ഇദ്ദേഹം എഴുതിയിരിക്കുന്ന പല കഥകളും കോങ്കോ ദ്വീപിലുള്ള ജനറ്റിക് എഞ്ചിന് വാക്കുപയോഗിച്ചിട്ട് അതൊക്കെ തന്നെയാണ് ഒരു ഭീമൻ പല്ലികൾ. പിന്നെ മൂസയുടെ ഹീറോയിക്സ്. എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് ഈ ജയൻ്റെ സിനിമകളിലെ പല ഇതെല്ലാം ഇറങ്ങുന്നത് 70s മിഡ് 70s കോളിളക്കത്തിൽ ജയൻ ഹെലികോപ്റ്റർ ചാടുന്ന രംഗമെല്ലാം ഇതിൻ്റെ അകത്ത് 78 എഴുതിയ ഈ കോമിക്കിൽ കാണുന്നുണ്ട്.
ഒരുപക്ഷെ അത് വായിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പക്ഷേ മലയാളത്തിൽ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ, തനി മലയാളിയായ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് സി.ഐ.ഡി. മൂസ തന്നെയാണ്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഈ വലിയ പാമ്പുകളും അതൊക്കെ സിനിമയിലൊക്കെ വരുന്നത് സാറ് എഴുതി കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞിട്ടാണ് ആക്ച്വൽ സിനിമകൾ നമ്മൾ കാണുന്നത്. ഈ ഐഡിയ ഒക്കെ എവിടുന്ന് വന്നിട്ടുള്ളത്? വലിയ പല്ലികള്, വലിയ പാമ്പുകൾ, അതൊക്കെ എവിടുന്ന് വന്നിട്ടുള്ളത്? പല ബുക്കുകളും വായിച്ചിട്ടുണ്ട്. ഈ തമിഴിൽ തന്നെ കോമിക്സ് വരുമ്പോൾ വായിച്ചിട്ടുണ്ട്. അത് പലതൊന്നും എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ കഥ എനിക്ക് പറ്റിയ പേരുള്ള കഥകളൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മുല്ലൈ ചങ്കരാജ് പോലെ തമിഴുണ്ടായിരുന്നു. പൊള്ളാച്ചിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇത് ഞങ്ങളെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുപോയത്, ഈ ഫീൽഡിൽ കൊണ്ടുവരാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞതൊക്കെ അദ്ദേഹമാണ്. മുല്ലൈ അത് മരിച്ചും പോയി, പിന്നെ ആളില്ലത്. അവരുടെ ഇൻട്രസ്റ്റാണ് അത്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പണിയാണ്. മുല്ലൈ ചങ്കരാജ് ഇതൊക്കെ ഏർപ്പാടാക്കുക. ഈ കലാകാരന്മാരും സാറിന് അറിയില്ല. വരച്ചവരാരെന്നൊന്നും അറിയില്ല. വരച്ചാളെ അറിയില്ല. അതൊക്കെ ശങ്കരാജൻ്റെ ജോലിയാണ്. മുല്ലൈ ശങ്കരാജനാണ് അതിൻ്റെ ആളെ. പ്രിൻ്റ് ചെയ്യാൻ വന്ന് അവിടെ വരും അവർ. അപ്പോൾ എനിക്ക് പറയും അദ്ദേഹം ഇതൊക്കെ വരച്ചതെന്ന്. ഞാൻ കൂടുതൽ പരിചയപ്പെടാൻ പോയിട്ടില്ല. എനിക്ക് അതിനോട് പോകേണ്ട കാര്യമില്ല. ശങ്കരാജനാണ് അതിൻ്റെ ആൾ. നമ്മളിപ്പോൾ കണ്ണാടി വിശ്വനാഥ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇരുമ്പുകൈ മായാവിയും ട്രാൻസ്ലേഷൻ അർച്ചയിൽക്കൂടെ സി.ഐ.ഡി. മൂസൻ മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹം അല്ലാണ്ടും വേറെ കുറേ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നുണ്ട്. അന്നത്തെ ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സി.ഐ.ഡി. മൈക്കൽ. സി.ഐ.ഡി. മൈക്കലിനെ കുറച്ചും കൂടി ഒരു ഡാഷിങ് ഹീറോ ആയിരുന്നു. സി.ഐ.ഡി. മഹേഷിന് ഈ ഇൻവിസിബിൾ ആവാനുള്ള, മായാവി ആവാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മൂസയുടെ അത്രയും പോപ്പുലറായിട്ട് വന്നില്ല. കുറേ ഈ റൗഡി തരങ്ങൾ അടിപിടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൂസയെ ഉപയോഗിക്കുന്നില്ല. ആ കഥയിൽ മ്യൂസിയാക്കി വരിക. കുറച്ചുകൂടി നന്നായിട്ട് ചിന്തിച്ച് ബുദ്ധിപരമായ ചില കാര്യം മഹേഷ് ഉപയോഗിക്കും. കേസിനെ കണ്ടുപിടിക്കാൻ മിടുക്കനാണ് മഹേഷ്. എങ്ങനെ പോയാൽ എങ്ങനെ പറ്റും, ഇതിനെന്ത് ചെയ്താൽ ശരിയാവും എന്ന് ആലോചിച്ചെടുക്കാനും കൊണ്ടു നടത്താനും പറ്റിയ ആളാണ് മഹേഷ്. പിന്നെ ഇത് ഒരു കൗബോയ് സീരീസ് ഉണ്ടായിരുന്നു. 2 കൗബോയ് ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയിരുന്നു. ഒന്ന് റിവോൾവർ റിംഗോ. റിവോൾവർ റിംഗോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റിംഗ് ചെയ്തിരിക്കുന്നതല്ല, എനിക്കൊന്ന് മെക്സിക്കൻ ബാൻഡിറ്റ്സ് അതിൻ്റെയൊക്കെ ആണെങ്കിലും വരച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ തമിഴിൽ ഇറങ്ങിയ ജയശങ്കർ എന്നൊരു നടൻ ഉണ്ടായിരുന്നു. ജയശങ്കർ ഇടയ്ക്ക് ഒരു കൗബോയ് മൂവീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആ വരയിൽ കാണാം. പിന്നെ തനി മലയാളിയായ കൗബോയ് വന്നു, റിവോൾവർ രഞ്ജിത്ത്. റിവോൾവറിന് വേറെ കാര്യമൊന്നുമല്ല. റിവോൾവർ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ചുകൂടി ധൈര്യമായിട്ട് പ്രവർത്തിക്കാനും മിടുക്കനാണ്. രഞ്ജിത്തിൻ്റെ സുഖം അതാണ്. അതും ഒരു 4-5 ഇഷ്യൂസ് ഇറങ്ങി. പക്ഷേ അതിനൊന്നും മൂസയുടെ പോപ്പുലാരിറ്റി വന്നില്ല. കാര്യം എനിക്കൊന്നും അന്ന് ടീനേജേഴ്സിനെ ദേ യൂസ് ടു ഐഡൻറ്റിഫൈ വിത്ത് മൂസ. പിന്നെ മൂസയ്ക്ക് എന്താ പറ്റിയത്? അല്ല, പിന്നെ ഒരുപാട് കോമിക്സ്, മനോരമ, മംഗളം, മാതൃഭൂമി ഇങ്ങനെയുള്ളതുണ്ട്. പിന്നെ ചീപ്പായിട്ട് കുറേ കോമിക്സുകൾ വരും ഇടയ്ക്ക്. ഇത് അവരതുമാതിരി പ്രിൻറ്റിങ് ചാർജ് കൂട്ടി, പേപ്പർ കിട്ടാനില്ലാണ്ടായി. ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബുക്കിൻ്റെ പേജ് കമ്മിയാക്കി, വില കൂട്ടി, എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ കച്ചവടക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. പൈസ ശരിക്കും തരില്ല. അവർ 150 ബുക്ക് അയക്കണം, 200 ബുക്ക് പോസ്റ്റിൽ അയച്ചു കൊടുക്കും. പൈസ അടുത്ത ഇതിൽ അയച്ചു തരാൻ അവർ വരില്ല. ചോദിക്കാൻ പോയാൽ പറയും ബുക്ക് അങ്ങനെ കിടക്കട്ടെ, വിറ്റ് പോയിട്ടില്ലെന്ന്. തിരിച്ചു തരാൻ പറഞ്ഞാൽ തരില്ല. ഒരു ബുക്കും വിറ്റിട്ടില്ല, എന്താ കിടക്കണമെന്ന് പറയും. ശരി വേണ്ട, തിരിച്ചത് തരുമില്ല. അതൊക്കെ വിറ്റുപോയി, പൈസ തരില്ല. ഇങ്ങനെ കേരളം മുഴുവൻ ഞങ്ങൾക്ക് പൈസ തരാനുണ്ട് ഇന്നും. ഈ സിനിമ ഹിറ്റായ സമയത്ത് സാറിനോട് ആരെങ്കിലും വന്നിട്ട് കോമിക്ക് പിന്നെ നമുക്ക് എഴുതിയാതെന്ന് ചോദിച്ചിരുന്നോ? സി.ഐ.ഡി. മൂസ എന്നല്ല, എൻ്റെ എല്ലാ ബുക്കുകളും റീപ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും നല്ല മാർക്കറ്റാണ്, ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിനുള്ള ഇത് ഇല്ല, മൂടില്ല, ചെയ്യാൻ മൂടില്ല, ഉദ്ദേശമില്ല. അച്യുതൻ പോയതോടുകൂടെ അത് പിന്നെ മക്കളായിപ്പോയി. അവർക്ക് ഇതിനോട് അക്കാലത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരിപ്പോഴാണ് ഉദ്ദേശിക്കണത്. അപ്പോൾ ഈ കാലം ഒരുപാട് കടന്നുപോയി. ഇപ്പം എനിക്ക് പറ്റില്ല. ഈ കണ്ണാടി വിശ്വനാഥൻ അന്ന് പോപ്പുലറായ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇദ്ദേഹത്തിന് ഈ ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു ഐഡിയ ഉണ്ടെന്നുള്ള അന്ന് അച്യുതൻ ബുക്ക് ഹൗസ് എന്നുള്ള അവിടെ തന്നെ കണ്ണാടിയിൽ തന്നെയുള്ള ഒരു പബ്ലിഷറാണ്. അവരന്ന് ഈ 1 രൂപയ്ക്കുള്ള ഡിറ്റക്റ്റീവ് നോവൽസിൽ ഇറക്കുന്ന, അല്ലെങ്കിൽ അന്ന് ഈ കലണ്ടറിൽ ഇറക്കുന്ന ഒരു പ്രിൻറ്റിംഗ് ഉണ്ടായിരുന്നു. അവരിത് കണ്ടിട്ടാണ്, അച്യുതൻ്റെ ഐഡിയ ആയിരുന്നു ടു കോൺടാക്ട് ലയൺ മുത്തു, ഇരുമ്പകൈ മലയാളത്തിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് നമുക്കിത് നമ്മുടേതായ ഒരു മലയാളം കോമിക് കൊണ്ടുവന്നിടുക എന്നുള്ള അച്യുതൻ ബുക്ക് ഹൗസിൻ്റെ ഐഡിയ ആയിരുന്നു.
പക്ഷേ അച്യുതൻ ബുക്ക് ഹൗസ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് പുസ്തകവും പബ്ലിഷിങ് അതെല്ലാം നിന്നുപോയി. അങ്ങനെ ഹിസ് കോൺട്രിബ്യൂഷൻ ഓൾസോ ടു ബ്രിങ് ടു മലയാളം ഇങ്ങനെ ഇവർ രണ്ടൊരു ഒരു അച്യുതൻ ഇല്ലായിരുന്നെങ്കിൽ കണ്ണാടി വിശ്വനാഥനില്ല, കണ്ണാടി വിശ്വനാഥനില്ല അച്യുതനില്ല, അങ്ങനെയായിരുന്നു. അത് ശേഷം ഞാൻ ബുക്കുകളൊന്നും എഴുതിയിട്ടില്ല, ഞാൻ ആ ഫീൽഡിലേ ഇല്ല. 100% ഞാൻ പിൻവാങ്ങി. കാരണം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളെ പറ്റില്ല. ഫൈനാൻസിൽ മുഴുവൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ഉറ്റ സുഹൃത്താണ്, ബന്ധുവാണ്, എന്നെ എല്ലാം സഹായിച്ച ആളാണ്. അങ്ങനെ ഒരാൾ പോയതിലൂടെ ഞാൻ ആ ഫീൽഡിൽ നിന്ന് വിട്ടു. പിന്നെ എനിക്കൊരു ഉത്സാഹമേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ സാർ എന്തൊക്കെയാണ് ചെയ്തത്? അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു പിന്നെ? വേറെ കാര്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് കുന്നത്തൂർ മേട്ടിലായിരുന്നു, ടൈലർ ഷോപ്പായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു 1-2 വർഷം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. ഞാൻ പിന്നെ പാലക്കാടില്ല. തയ്യൽക്കട നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എപ്പോഴാണ് എഴുതാൻ സമയം കിട്ടിയത്? ഇത് ഞാൻ അധികം രാത്രിയാണ്. ഞാൻ 8 മണി കടയടച്ച് വരും. ഇവിടെ വന്ന ശേഷം ഇവിടെ നിന്നാണത് എഴുതുക. ഭയങ്കര ക്ഷീണമാവില്ല അപ്പോഴേക്കും? ക്ഷീണം അപ്പം ആരോഗ്യമുള്ള സമയമല്ലേ, ക്ഷീണമൊന്നും അറിയില്ല. പിന്നെ ഒരു ഉത്സാഹമില്ല. ഇതൊക്കെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് വരാൻ തുടങ്ങിയ വലിയ കാര്യമല്ലേ. അപ്പോൾ അതിൽ നല്ല ഉത്സാഹമായിരുന്നു. പിന്നെ ഒപ്പം നിൽക്കും അച്യുതൻ നായർ. എൻ്റെ ഒപ്പം എന്തിനും ഉണ്ടാവും. അച്യുതൻ നായർ എന്നല്ല അവരുടെ കുടുംബം മുഴുവൻ എന്തും ചെയ്യുകയാണെങ്കിൽ എന്നോട് ചോദിക്കാൻ ചെയ്യില്ല. അവരുടെ ഫാമിലി ഒരു അംഗമാണ് ഞാൻ. കുട്ടിക്കാലത്ത് അച്ഛൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു? അങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നെങ്കിൽ ഓർമ്മയുള്ള എന്തെങ്കിലും കഥകളുണ്ടോ? അങ്ങനെ അല്ല, അച്ഛൻ അങ്ങനെ കഥ പറഞ്ഞ് തന്നിരിക്കാനുള്ള സമയമൊന്നും വന്ന അച്ഛനില്ല. ഇവിടെ രാവിലെ പോയാൽ അച്ഛനില്ല. അച്ഛൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾ പകുതി മുക്കാലും ഉറങ്ങി കഴിയുമ്പോഴായിരിക്കും അച്ഛൻ്റെ വരവ്. 8 മണി 8 കട അടച്ചിട്ട് ഇവിടെ 9 മണിയാവും. അച്ഛൻ വരാം. 9 മണിക്ക് വന്ന് പിന്നെ ഈ പുസ്തകം എഴുത്തായിരിക്കും. അപ്പം ഞങ്ങളുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയമൊന്നും ഇല്ല. അച്ഛന് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ഉറങ്ങുമ്പോഴായിരിക്കും അച്ഛനെ കാണുന്നത് തന്നെ. സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. ആകെ ഒരു സൺഡേ ആണ് ലീവ് എടുക്കുള്ളൂ. അന്നായിരിക്കും കൂടുതലായിട്ട് ഈ പുസ്തകത്തിനെ കുറിച്ച് മെമ്മറിയിൽ കൊണ്ടുവരാം. അപ്പം എന്താവും, അപ്പം അതല്ല മുഴുവനായിട്ട് അവരെന്താ വെച്ചാൽ അച്ഛനത് ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഈ പുസ്തകം ഇറക്കാനുള്ള ഇതിൻ്റെ മക്കളെ കുറിച്ചല്ല ചിന്തിച്ചത്. കാരണം മക്കൾ കഥ പറഞ്ഞു കൊടുക്കുന്ന ചിന്താഗതി അല്ല വന്നെന്ന് ഇതാണ് ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഒരു ഇതാക്കല്ല പറഞ്ഞു തന്ന് മൊത്തം കേരളം മൊത്തം ഇന്ത്യ മൊത്തം വേണമെങ്കിൽ വായിച്ച പല ആൾക്കാരെയും പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ഒരു പുസ്തകം ഇറക്കാൻ പറ്റിയാൽ അവർ അവിടെ പ്രിന്റ് ചെയ്ത് പെട്ടെന്ന് ഇതാക്കാനുള്ള ഒരു ഇതായിരുന്നു, തത്രപ്പാടായിരുന്നു അവരുടെ. അല്ലാതെ മക്കൾ കഥ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇതിലല്ലായിരുന്നു. ആദ്യം എഴുതിയ മൂസയുടെ കഥ ഏതാണ്? എഴുതിയെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ഇരുമ്പുകൈമായ വേല് അല്ല, CID മൂസയുടെ ആദ്യത്തെ കഥ ഓർമ്മയുണ്ടോ? അല്ല, CID മൂസ ആദ്യത്തെ കഥയായിട്ട് ഒന്നിലല്ലേ ഉള്ളൂ CID മൂസ. അല്ല, മൂസ ഒരു കഥ, CID മൂസ ഒരു ബുക്കല്ലേ ഉള്ളൂ, ഒരു ബുക്കേ ഉള്ളൂ. അത്ഭുത ദ്വീപിൽ പോകുന്നതും ദ്വീപിലുള്ള പാമ്പുകളും അല്ലേ? എന്നാൽ CID മൂസയ്ക്ക് വേണ്ടി കണ്ണാടി വിശ്വനാഥൻ ഒരു കഥ മാത്രമല്ല എഴുതിയത്, അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിരുന്നു. എന്നാൽ പ്രായത്തിൻ്റെ ഓർമ്മക്കുറവ് മൂലം അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല. അദ്ദേഹം ഒരു തലമുറയെ തന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതും അദ്ദേഹം ഇന്ന് മറന്നുപോയിരിക്കുന്നു. CID മൂസയുടെ റെലവൻസ് എന്ന് നമ്മളുടെ കോമിക് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പലരും ചോദിക്കും കോട്ടയം പുഷ്പനാഥൻ്റെ പുസ്തകത്തിൻ്റെ റെലവൻസ് എന്നാണ്. ഹീ ക്രിയേറ്റഡ് എ ന്യൂ റെൽം ഇൻ റൈറ്റിംഗ്, റെൽം ഇൻ റീഡിങ്. ഇത്രയും വായന നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നിൽക്കുന്ന അമ്മമാർക്ക് പോലും വായിക്കാനും ഉള്ള താല്പര്യം കൊണ്ടുവന്നാലും വായന എത്രത്തോളം പോപ്പുലർ ആക്കിയതിൽ ഒരു വലിയ പങ്ക് കോട്ടയം പുഷ്പനാഥൻ അങ്ങനെ അതിനുശേഷം വന്ന ബാറ്റൻ ബോസും പ്രണാബിനിലുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോമിക് ഹിസ്റ്ററിയിൽ നമ്മുടെ തനതായ ഒരു കോമിക് കൊണ്ടുവന്നതിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഇപ്പോഴും CID മൂസയ്ക്കുണ്ട്. ഇപ്പോൾ ചോദ്യം വരെ ഇന്നത്തെ CID മൂസ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഇഷ്ടപ്പെടുമല്ലോ? ഇല്ല, നൊസ്റ്റാൾജിയ തന്നെയാണ്. ഇപ്പോൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾ, അങ്ങനെ ഞാൻ പറയുള്ളൂ, 45 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. അത് ഇപ്പോഴത്തെ ഈ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, ശരിയാവുമോ ഇല്ലെന്നറിയില്ല. ഇപ്പോൾ അന്നത്തെ വളരെ സീരിയസ് ആയിട്ട് എഴുതിയിരിക്കുന്നതും ഇപ്പോൾ വായിക്കാൻ വളരെ കോമഡി ആയിട്ട് തോന്നാം. പക്ഷെ എന്നാലും വി ഷുഡ് അപ്രീഷിയേറ്റ് ആ ഒരു കാലഘട്ടത്തിരുന്നുകൊണ്ട് ഇങ്ങനൊരു പുസ്തകം എഴുതിയത്, അത് ഇറ്റ് ഷുഡ് ബി പ്രിസർവ്ഡ്. നമ്മുടെ ഒരു ലെഗസിയുടെ ഭാഗമാണ്. ഹിസ്റ്റോറിക്കലി നമ്മളുടെ ആ ഒരു ചരിത്രം നോക്കുമ്പോൾ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്.
നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ CID മൂസയുടെ കഥ കേട്ടു. CID മൂസ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രൊഡക്റ്റായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ഹിറ്റ് CID സിനിമകൾ ആണ് CID മൂസയുടെ പ്രചോദനം എന്ന് നമുക്ക് പറയാം. CID മൂസയുടെ ഭയങ്കര വിജയവും അതേസമയത്ത് ആ CID സിനിമകളുടെ ആ ഒരു പ്രഭാവവും എല്ലാം കാരണം ആ കാലഘട്ടത്തിൽ ഒരുപാട് CID കോമിക്സുകൾ ഇറങ്ങാൻ തുടങ്ങി. കുറ്റവാളികളെ തേടി കണ്ടുപിടിക്കുന്ന ആ CIDകളെ തേടിക്കൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് CIDമാരോട് വലിയ ആരാധനയാണ് സാർ. CID പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പ പോയി കാണും. അതായത് CID മൂസ ഓബ്വിയസ്ലി ജെയിംസ് ബോണ്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൻ്റെ അത് വരുന്നുണ്ട്. കാര്യം ആക്ഷനും ഒരു 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 ഡബിനാർ ലുക്കിംഗ് ഹീറോ, വളരെ ഫാഷനബിൾ ഡാഷിങ് ഹീറോ. അതേ സമയത്ത് നമ്മുടെ മലയാള സിനിമകളിലും CID ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. ലൈക്ക് CID നസീറാണ് ആദ്യമായിട്ട് വളരെ പോപ്പുലർ ആവുന്നത്. അതിന് മുമ്പ് തന്നെ CID എന്ന സിനിമയും CID 1950s ഇറങ്ങിയിരുന്നു. ഈ നസീറിൻ്റെ CID നസീർ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം സോമനാഥൻ അദ്ദേഹം CID നസീർ എന്ന കോമിക് ഇറക്കി. അതൊരു 74-75 ജനയുഗമാണ് അത് പബ്ലിഷ് ചെയ്തത്. ഒരുപക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമാറ്റിക് കോമിക്കും അതിനായിരിക്കണം. സിനിമയിൽ വന്നൊരു കഥാപാത്രം അതേപോലെ കോമിക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായിരിക്കണം. പിന്നെ ഈ CID നസീർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നീട് വന്നിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ്റെ കോമിക്ക് ഏകദേശം സുപ്രീമോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു 10 ടൈറ്റിൽസ് വന്നിട്ടുണ്ട്. അത് 1980s അതിപ്പം വളരെ പോപ്പുലറായിട്ട്, അതായത് ഇപ്പോൾ ഇല്ല, ആ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അധികം വാല്യൂ ഉള്ള ഒരു കോമിക്കാണ് സുപ്രീമോ. പക്ഷേ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ സ്റ്റാർ, അതായത് പ്രേം നസീറിനെയും ഒരു ഒരു CID ആക്കിയിട്ട് അതിനെക്കാട്ട് ഏകദേശം ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു കോമിക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അന്ന് ഈ നസീർ മധു ഫാൻസിൻ്റെ ഫൈറ്റിൻ്റെ ഇതിൽ മധു ഫാൻസ് എന്തുകൊണ്ട് മധു കോമിക് ഇറങ്ങുന്നതുകൊണ്ട് CID മധു എന്നൊരു കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. അതിന് തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CID മധു കോമിക് ആയിട്ടില്ല, സ്ട്രിപ്പായിട്ട് മാത്രം സിനിമയെ വന്നിട്ടുള്ളൂ. എല്ലാത്തിലും കാണുന്ന നമ്മുടെ മലയാള സിനിമയിൽ അന്നുണ്ടായിരുന്ന എല്ലാ നടന്മാരും നടിമാരും അതിൻ്റെ അകത്തുണ്ട്. വില്ലനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അന്നിൽ ഉമ്മറാണ് അല്ലെങ്കിൽ ജോസ് പ്രകാശാണ്. പൈപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ജോസ് പ്രകാശ് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ എനിക്കൊന്നു ഒരു സിനിമാറ്റിക് കോമിക് എന്ന നിലയിൽ ഫസ്റ്റ് സിനിമാറ്റിക് കോമിക് CID നസീർ തന്നെ ആകണം, സബ്ജക്റ്റ് കറക്ഷൻ. അതിനുശേഷം ഇത് സിനിമാറ്റിക് കോമിക് വന്നു. അല്ലാണ്ടുള്ള ഒരു CID മൂസയുടെ തന്നെ ദിസ് വാസ് സ്പോൺ ഫ്രം ദ മൂവീസ്. ഈ കോമിക്കിൽ നിന്ന് വന്നത് ഏറ്റവും വന്നത് CID നാഥൻ. അതെനിക്ക് തോന്നുന്നു അത് കോമിക്കായിട്ട് തന്നെ ഇറങ്ങിയത്, ഒരു സീരിയസ് വന്നതല്ല. ഇന്ന് CID ഭദ്രൻ ഉണ്ടായിരുന്നു. CID ഭദ്രൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനയുഗത്തിലാണ് തോന്നുന്നത് സീരിയലൈസ്ഡ് വന്നത്. അത് അന്ന് പോപ്പുലർ ആയിരുന്ന ഡെത്ത് വിഷ് സിനിമകളിലെ ചാൾസ് ബ്രോൺസൻ്റെ ഒരു ലുക്കോടുകൂടിയാണ് ആ കഥാപാത്രം വരുന്നത്. ഇങ്ങനെ ഈ ഒരു കുറച്ച് മുടി ഇതിൻ്റെ മാറ്റത്തിൽ ഒരിക്കലും പോലീസ് ഓഫീസർ നമ്മളങ്ങനെ കാണാൻ പറ്റത്തില്ല. CID നാഥൻ പിക്ചറൈസേഷൻ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഹിന്ദിയിലിറങ്ങിയ ഇൻസ്പെക്ടർ ഗരുഡ്, ഇൻസ്പെക്ടർ വിക്രമിൻ്റെ എന്തൊക്കെയോ ഒരു ഷെയ്ഡ് ഈ കഥാപാത്രം സൃഷ്ടിയിലുണ്ടായിരുന്നു. പിന്നെ ഒരു ടൈഗർ ഗേൾസ് എന്ന് പറഞ്ഞൊരു കോമിക് ഉണ്ടായിരുന്നു. CID രേഖ, തോമസ് അമ്പാടിൻ്റെ ചില കോമിക്കുകൾ പുസ്തകങ്ങൾ കോമിക്കായിട്ട് മാറി. CID രേഖ എന്നൊക്കെ പറയുന്നൊരു വൺ ഓഫ് സംഭവമാണ്, അത് അധികമില്ല. പിന്നെ സൂപ്പർ സ്റ്റാർ ഇതൊന്നും അല്ലെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേഡി അവരെ ഒരു മെയിനായിട്ടുള്ളൊരു കഥാപാത്രമാക്കിയിട്ട് ഇങ്ങനത്തെ ക്രൈം കണ്ടുപിടിക്കുന്ന രീതിയിലാക്കുന്ന ഒരു സംഭവമാണ് അത്. അത് വൺ ഓഫ് ആയിട്ടുള്ള ടൈറ്റിലാണ്. അതിൻ്റെ ടൈറ്റിൽസ് ഒന്നും അധികം ഇതാവുന്നില്ല. പക്ഷേ ഇതെല്ലാം ഓഫ് കോഴ്സ് ഇൻഫ്ലുവൻസ് ബൈ CID മൂസ ഇറ്റ്സെൽഫ്. എഴുത്തുകാരൻ്റെ ഭാവനകളിൽ നിന്നും സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും മാത്രമല്ല നമുക്ക് കുറ്റാന്വേഷണ കഥകൾ ഉണ്ടായിട്ടുള്ളത്. ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടും നമുക്കൊരു ഡിറ്റക്റ്റീവ് കോമിക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇൻസ്പെക്ടർ പ്രകാശ്. ഇൻസ്പെക്ടർ പ്രകാശിന് പ്രചോദനമായിരുന്ന ആ പോലീസ് ഓഫീസറിനെയും നാരായണൻ രാധാകൃഷ്ണനെയും ബന്ധിപ്പിക്കുന്ന ഒരു രസകരമായൊരു കഥയുമുണ്ട്. ആ സമയത്താണ് ഈ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ഇയർ ഇറങ്ങിയ സമയത്ത് ഈ നമ്മളുടെ ഫിക്ഷനിൽ ലോ ആൻഡ് ലോയേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയൊരു സ്റ്റഡി നടത്തി. ഫിക്ഷൻ ഓഫ് ലോ എന്നുള്ള പേരിലാണ് അത് റിസർച്ച് ചെയ്തത്. അന്ന് ലോകത്തിലുള്ള എല്ലാ
ലോ ബേസ്ഡ് പുസ്തകങ്ങളെ പറ്റിയും ലീഗൽ ത്രില്ലേഴ്സിനെ പറ്റി ഒരു സ്റ്റഡി നടത്താൻ വെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിലുള്ള ലീഗൽ ത്രില്ലേഴ്സ്, ലീഗൽ ഫിക്ഷനെ പറ്റിയൊരു അന്വേഷിച്ച് പോയപ്പോഴാണ് അന്ന് ഫോറൻസിക് സയൻറ്റിസ്റ്റായിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടർ മുരളീകൃഷ്ണനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ലേഖനം ഞാൻ വായിച്ചിരുന്നു, പെരിമേസിനെ പറ്റിയൊരു ലേഖനം വായിച്ചിരുന്നു. അപ്പം ഞാൻ അത് ചോദിച്ചു, സാറേ ഞങ്ങൾ ഈ അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറീസിനെ പറ്റിയുള്ള സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട്. P.D. ജെയിംസിൻ്റെ പുസ്തകമുണ്ട്, P.T. ഹെനിൻ്റെ പുസ്തകമുണ്ട്, ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ മലയാളം നമ്മളുടെ ചരിത്രത്തിനെ പറ്റി ആരും എന്തുകൊണ്ട് പറയുന്നില്ല, എഴുതുന്നില്ല. അദ്ദേഹം എന്ന് പറഞ്ഞു, അത് അബ്ദുൽ ഹമീദ് IPS, റിട്ടയർ ചെയ്ത ഹമീദ് സാറ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്, യു കോണ്ടാക്ട് ഹിം എന്നാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എൻ്റെ ഈ ലീഗൽ ത്രില്ലേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിനോട് ഞാനൊരു കുറേ നേരം ഫോണിൽ കൂടെ സംസാരിച്ചു. ഒരിക്കൽ എറണാകുളത്ത് നിന്ന് കണ്ടു, സംസാരിച്ചു. അന്നും ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നൊരു സംഭവമായിരുന്നു, നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷനായാലും ശരി, ക്രൈം ഫിക്ഷൻ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, കോമിക്സ്, ഇതിനെല്ലാം ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ സമൂഹം കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയെടുക്കണം. അദ്ദേഹം ഹീസ് ഓൾസോ വെരി ഫേമസ് ഡിറ്റക്റ്റീവ് റൈറ്റർ. ഇതിനെപ്പറ്റി നല്ലൊരു പഠനം ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെപ്പറ്റി എഴുതി. അങ്ങനെ എനിക്കൊന്നൊരു 2015-16 ആയപ്പോൾ ആ പുസ്തകം 3 വോളിയമായിട്ട് സാറിൻ്റെ ഹമീദ് സാറിൻ്റെ പുസ്തകം ഇറങ്ങി. ഒന്ന് ഹിസ്റ്ററി ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, രണ്ടാമത് മലയാളം ഡിറ്റക്റ്റീവ് നോവൽസിനെ പറ്റിയ പുസ്തകം, മൂന്നാമത്തെ ചെറുകഥകൾ. അങ്ങനെ ഒരു ദിവസം ഈ ഫേസ്ബുക്കിൽ പൂമ്പാറ്റ ഗ്രൂപ്പിൽ ചുമ്മാ ബ്രൗസ് കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കോമിക് കാണുന്നത്, ഇൻസ്പെക്ടർ പ്രകാശ്. ഞാൻ ഞെട്ടിപ്പോയി, ഇങ്ങനെ കോമിക് ഉണ്ടോ? നോക്കിയപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ഒരു വേണു മാലിപ്പാറ, ശ്രീ വേണു മാലിപ്പാറ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. അതിലൊരു കമൻറ്റും കണ്ടു. ഇത് വല്ലാത്തൊരു സർപ്രൈസാണ്. എനിക്കൊരു ആഗ്രഹം തോന്നി, ഈ ഒരു കോമിക് കിട്ടിയിരുന്നെങ്കിൽ. എന്തായാലും ശരി, ഞാൻ വേണു മാലിപ്പാറ സാറിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ഞാനൊരു ലെറ്റർ എഴുതി. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി വന്നു, കിട്ടി, സന്തോഷം. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഹമീദ് എന്ന് പറഞ്ഞ IPS ഓഫീസർ എഴുതിയതാണ്. അദ്ദേഹം നടത്തിയ ഒരു കേസിൻ്റെ അതിൻ്റെ ഒരു കോമിക് ബുക്ക് അഡാപ്റ്റേഷനാണ് ഈ കഥ എന്ന്. ഈ ലെറ്റർ വായിച്ചപ്പോൾ ഞാൻ ലിറ്ററലി ഷോക്ക്ഡ്. ഞാൻ 10 വർഷമായിട്ട് പരിചയപ്പെട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ച ഒരാളാണ് ഇൻസ്പെക്ടർ പ്രകാശ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വേണു മാലിപ്പാറ സാറിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഇതറിയുന്നത് വളരെ സന്തോഷം തോന്നുന്നത്. ആൻഡ് ഐ ഇമ്മീഡിയറ്റ്ലി കോൺടാക്റ്റഡ് ഹമീദ് സാർ. സാർ ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞു, നീ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒന്നും കൂടെ ഈ പുസ്തകം എടുത്ത് വായിച്ചു, അഥവാ ഞാൻ വിട്ടുപോയതാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നീ ഇൻസ്പെക്ടർ പ്രകാശിനെ പറ്റി പറഞ്ഞിട്ടില്ല. 1970 ഞാൻ എറണാകുളം സിറ്റിയിലേക്ക് വരുന്നത്. എറണാകുളം സിറ്റിയിലേക്ക് വന്നതിന് ശേഷം അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി. കാരണം എൻ്റെ ഈ ലിറ്ററേച്ചറിൻ്റെ ഒരു പുരോഗതിയുടെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ആ കാലത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ ഗവൺമെൻറ് നോമിനിയായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്തു സർക്കാർ. അങ്ങനെ നോമിനിയായിട്ട് അപ്പോയിൻ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരുമായിട്ട് എനിക്ക് ഇടപഴകാനും പരിചയപ്പെടാനും ഭാഗ്യം സിദ്ധിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ടാറ്റാപുരം സുകുമാരൻ, PA സയ്യിദ് മുഹമ്മദ്, ഈ പോഞ്ഞക്കർ റാഫി, TKC പടുതല, ഇങ്ങനെ ഒരുപാട് പേരുമായിട്ട് നിത്യം നമ്മൾ ഈ സാഹിത്യ ചർച്ചയും മറ്റുമായിട്ട് ഇടപഴകുമായിരുന്നു. അപ്പോൾ ഒരു ലിറ്ററേച്ചറിലും ഇപ്പുറത്തെ സർവീസിലും 2 തരം ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ കാലത്ത് പരിചയപ്പെട്ടൊരു വ്യക്തിയാണ് വേണു മാലിപ്പാറ. മാലിപ്പാറ ഒരു കോതമംഗലത്തു നിന്ന് ഒരു ഗ്രാമീണ പ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. പക്ഷേ അയാൾക്ക് വരയ്ക്കാൻ നല്ല ടാലൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വരയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്ക് ഈ നോവലുകളൊന്ന് ചിത്രകഥയാക്കിക്കൂടെ എന്ന് വേണുവിൻ്റെ അടുത്തു നിന്നാണ് ഒരു അഭിപ്രായം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടായിക്കൂടാ, ഒരു കാര്യം നമുക്കൊരു ടെസ്റ്റ് കേസായിട്ട് നമ്മുടെ ഒരു കഥ ആദ്യം തുടങ്ങാം. അപ്പോൾ ആ കഥയുടെ പേര് കാണാതായ മകളെ തേടി എന്നാണ്. അത് സത്യത്തിൽ അതൊരു പുസ്തകമല്ല, ഒരു മുഴുവൻ നോവലല്ല. അത് കുറ്റവാളികളെ തേടി എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത കഥകളടങ്ങിയ ഒരു കഥയുടെ സമാഹാരമാണ്. അതിൽ നിന്നാണ് ഈ കാണാതെ പോയ മകളെ തേടി എന്നുള്ളൊരു കഥയെടുത്ത്, എന്നിട്ട് അതിലുള്ള എല്ലാ കഥകളും വരയ്ക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ. ഒരു 5-6 കഥകളുണ്ട് അതിനകത്ത് കുറ്റവാളികളെ തേടി.
വരച്ചപ്പോഴുള്ള പ്ലാൻ ഇതായിരുന്നു, ഞങ്ങളത് ഇങ്ങനെ ചിത്രകഥയാക്കി ആഴ്ചപ്പതിപ്പുകൾക്ക് കൊടുത്ത് അത് സീരീസ് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അത് ചിത്ര കാർത്തിക എന്ന് പറഞ്ഞിട്ട് വൈക്കം ചന്ദ്രശേഖരൻ നായർ എഡിറ്റോറിയലിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നൊരു ആഴ്ചപ്പതിപ്പുണ്ടായിരുന്നു. അതുമായിട്ട് അതിൽ പബ്ലിഷ് ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ പോയത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ചിത്രകഥ വരച്ച് എനിക്ക് തരികയും ഞാൻ തന്നെ അതിൻ്റെ പബ്ലിഷിംഗ് ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ കൊണ്ടുപോയി പ്രസ്സിൽ കൊണ്ട് അതിന് കവർ പേജും അദ്ദേഹം തന്നെ വരച്ചു തന്നു. ആ കവർ പേജിൽ എൻ്റെ ഒരു ചിത്രമാണ് അദ്ദേഹം വരച്ചത്. എല്ലാ ആളുകൾക്കും കണ്ടാൽ ഞാൻ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യിക്കുന്ന വിധത്തിൽ ഇൻസ്പെക്ടർ പ്രകാശ് എന്ന പേരിലാണ് ആ ചിത്രകഥ വന്നത്. അതേസമയത്ത് എൻ്റെ കഥയിൽ ഞാൻ ഇൻസ്പെക്ടർ ജമാൽ എന്നാണ് ക്യാരക്ടറിന് കൊടുക്കുന്നത്. പക്ഷേ അത് ഈ ചിത്രകഥയ്ക്ക് വേണ്ടി ഇൻസ്പെക്ടർ പ്രകാശ് എന്നാക്കി മാറ്റുകയായിരുന്നു. അത് വളരെ നന്നായിട്ട് വേണുമാലപ്പാറ വരയ്ക്കുകയും ഞാൻ തന്നെ അത് കൊണ്ടു നടന്ന് വിൽപ്പനയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു എഡീഷനാണ് അതിനകത്ത് നിന്ന് ഇറങ്ങിയത്. പിന്നെ സാറിനെ ഒന്നുകൂടെ ചെന്ന് കണ്ടു. ഞാൻ ചോദിച്ചു, സാർ എന്തുകൊണ്ട് സാറിൻ്റെ പുസ്തകത്തിനെ പറ്റി എഴുതില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, അനിയെ ഞാനൊരു കോമിക് ക്യാരക്ടറായിരുന്നു എന്നും എന്നെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിരുന്നെന്നും അത് വമ്പൻ വിജയമായിരുന്നു, ഞാൻ എഴുതുന്ന പുസ്തകം ഞാൻ എങ്ങനെ എഴുതും? അല്ല, ഈ കോമിക്ക് വന്നതിന് ശേഷം എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. കാരണം ഇത് കവർ പേജിൽ വന്നപ്പോൾ ഞാൻ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതിനെ സംബന്ധിച്ച് കളിയാക്കലും തുടങ്ങി. കാരണം നിങ്ങൾ കോമിക്ക് എഴുതാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എനിക്ക് വലിയൊരു അപമാനമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇതൊരു കലയാണല്ലോ, നമ്മൾ കലയെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ. പക്ഷേ ഈ ചിത്രകഥ വന്നതിന് ശേഷം മറ്റുള്ളവരാരും ഇങ്ങനെ ഒരു ചിത്രകഥ വേണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടൊന്നുമില്ല. ഒരുപക്ഷെ ഞാൻ ഈ പ്രൊഫഷനിലുള്ളത് കൊണ്ടായിരിക്കും, അപ്രോച്ച് ചെയ്യാനുള്ളൊരു മടി കൊണ്ടോ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് കഥകളെക്കാൾ പുരാണ കഥകൾക്കാണ്, പഞ്ചതന്ത്ര കഥകൾ അങ്ങനെയുള്ള കഥകൾക്കാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചിത്രകഥകൾ ഈ അത്തരം കഥകളിലേക്ക് മാറിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 80s എൻഡ് വരെ, ഒരു ലേറ്റ് 80s വരെ വളരെ പോപ്പുലറായിരുന്നു ഈ ക്രൈം കോമിക്സ്. അത് പല രീതിയിൽ വന്നിട്ടുണ്ട്. അത് ചില അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്, ചില ഡയറക്റ്റായിട്ട് തന്നെ കോമിക് വന്നിട്ടുണ്ട്. ഈ നാഥനും പ്രഭാകരനും ഈ പറഞ്ഞ ഭദ്രനും എല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോഴാണ് ഈ ടോംസ് കോമിക്സ് ബോബിനുമൊളിയും മാത്രമല്ല അല്ലാണ്ടുള്ള കോമിക്സിലേക്കുള്ള ചുവടുവെപ്പ് അപ്പോഴാണ് വരുന്നത്. ആ സമയത്ത് മമ്മൂട്ടിയുടെ സേതുരാമയ്യർ CBI വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയമാണ്. ഒരു 90s അല്ലെങ്കിൽ 2000 ആ സമയപ്പോഴേക്കും ഈ സിനിമയുടെ ചുവട് പിടിച്ച് തന്നെ കുറേ CBI മമ്മൂട്ടി കോമിക്സ് ഇറങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ CID നസീറിന് ശേഷം മലയാളത്തിലെ ഒരു നായകനെ കഥാപാത്രമാക്കി ഇറങ്ങുന്ന ഒരു സോളോ കോമിക്കായിരിക്കാം CBI മമ്മൂട്ടി. അത് ഒരു 4-5 ഇഷ്യൂസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതേ സമയം തന്നെ കോട്ടയത്ത് ഒരു പബ്ലിഷിംഗ് ഹൗസ് അതൊരു കുറച്ചുകൂടെ മുമ്പാണ്, ഒരു 85-87 സമയത്ത് നസീർ കോമിക്സ് ഇറക്കിയിരുന്നു. ഒരു CID നസീർ കോമിക്സ്, സോമനാഥൻ എഴുതിയല്ല, അല്ലാണ്ടുള്ള CID നസീർ കോമിക്സും ഇറക്കിയിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്രൈം സ്റ്റോറീസ് ആയിരുന്നു. ഒരുപക്ഷെ നമ്മൾ പൊതുവേ അതിൻ്റെ അകത്ത് ക്രൈം സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പെർപെട്രേറ്റിനെ അറിയാം, അല്ലെങ്കിൽ കൾപ്രിറ്റിനെ അറിയാം, അത് പിടിക്കുന്ന എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചേസ് ആയിരുന്നു അതിൻ്റെ അകത്തുള്ള കഥ. ഇതിലെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി വാസൻ എന്നൊരു ആർട്ടിസ്റ്റ്, അദ്ദേഹം മനോരാജ്യത്തിന് വേണ്ടി, മനോരാജ്യമാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് ബ്ലഡ് എന്നൊരു ക്രൈം കോമിക് എഴുതുന്നു. അന്ന് അതിൻ്റെ പ്രധാനം ഇറ്റ് ഇസ് ആക്ച്വലി ദി 2020 ഓഫ് മലയാളം കോമിക്സ്. അന്നുള്ള അതിലെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് 3 പോലീസ് ഓഫീസേഴ്സാണ്. അതിലൊന്ന് മമ്മൂട്ടി, മോഹൻലാൽ, ശങ്കർ. അന്ന് ശങ്കർ സൂപ്പർ ഹീറോയാണ്, സൂപ്പർ സ്റ്റാറാണ്. ഇവർ 3 പേരുടെ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ടാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അകത്ത് ബാലേന്ദ്രമേനോൻ വരുന്നുണ്ട്, നെടുമുടി വേണു വരുന്നുണ്ട്, നസീർ വരുന്നുണ്ട്, മധു വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊണ്ടുപോയൊരു കോമിക്കാണ്. ഒരു പേജായിരുന്നു, മനോരഞ്ജനത്തിൽ വന്നൊരു പേജായിരുന്നു. പക്ഷേ അത് പിന്നീട് കളക്ട് ചെയ്തിട്ടില്ല. അതും ഞാൻ ഇപ്പോൾ കാണുന്ന ചില ഈ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ദി പേപ്പേഴ്സ് കണ്ടു എന്നല്ലാണ്ട് ആ കോമിക്ക് ഒന്നുകൂടെ വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മനോരഞ്ജൻ പോയി, നഷ്ടപ്പെട്ടു പോയി. അതൊരു ദാറ്റ് വാസ് വൺ ഗുഡ്. ഞാൻ സ്നിപ്പറ്റ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആ ഒരു ഇലസ്ട്രേഷൻ കൊള്ളായിരുന്നു, ആ കഥയും നന്നായിരുന്നു. പക്ഷേ ഒരു 2000
അടുപ്പിച്ചോളം നമ്മളുടെ മലയാളത്തിൽ ഇതിൻ്റെ ക്രൈം കോമിക്സിൻ്റെ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാം. പിന്നെ ഇറങ്ങിയ CBI മമ്മൂട്ടി ഒരു തമാശ രൂപേണയാണ് വന്നത്. അന്ന് ടോംസിൻ്റെ അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങുന്ന ഏത് സിനിമ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാരഡി വേർഷനായിട്ട് വരും. അങ്ങനെ പട്ടണത്തിൽ സുന്ദരം വന്നിട്ടുണ്ട്. CID മൂസ തന്നെ CID മൂസ സിനിമയിൽ നിന്ന് എടുത്തൊരു പാരഡി വേർഷൻ വന്നിട്ടുണ്ട്. പിന്നീട് ഒരു നല്ല ക്രൈം കോമിക്ക് മലയാളത്തിൽ വന്നോ എന്ന് സംശയമാണ്. പക്ഷേ ഒരു പൂന്തോപ്പ് ചിത്രകഥ, സഖി ചിത്രകഥ, ഇവരെല്ലാം എനിക്കൊന്നൊരു ലേറ്റ് 90s അല്ലെങ്കിൽ ഏർലി 2000 അവർ കുറേ കോമിക്സ് ഇറക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം പോപ്പുലർ എന്നല്ല, ഹ്യൂമനോസർ, അദൃശ്യ മനുഷ്യൻ എന്നെ പറഞ്ഞ ചില കോമിക്സ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് വായിച്ചു, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പേരുകൾ മലയാളികളുടെ ആർട്ടിസ്റ്റിൻ്റെ പേരൊക്കെ ആണെങ്കിലും എനിക്കെന്തോ അത് പൂർണ്ണമായിട്ടും മലയാളത്തിൽ എഴുതിയ ഒറിജിനൽ കഥകളാണെന്ന് സംശയമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ മലയാളം കോമിക്സിനെ പറ്റി ആധികാരികമായിട്ട് പറയുന്നത് അരുൺ കാലന്തി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം എന്നെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു അത് കണ്ടിട്ട് ആ സമയം ഒരുപാട് ഇങ്ങനത്തെ കോമിക്സ് വന്നിട്ടുണ്ട്. ഇനി അതിന് വല്ല മറാത്തിയോ ഗുജറാത്തിയോ ഒറിജിൻസ് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ എന്നാലും ഈ അടുത്ത കാലം വരെ ഇറങ്ങിയുള്ള ക്രൈം കോമിക്സ് അല്ലെങ്കിൽ ക്രൈം ഒന്ന് വന്നത് ഇത് തന്നെയാണ്. അക്രമം എവിടെ ഉണ്ടായാലും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. കഥവര കഥകളിൽ നമ്മൾ ഇതുവരെ കണ്ടത് നിയമത്തിൻ്റെ അതിർവരമ്പുകളുടെ അകത്തു നിന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് CIDകളെ പറ്റിയായിരുന്നു. എന്നാൽ അതിന് പുറത്തു നിന്നും പ്രവർത്തിച്ച് നിയമം പാലിക്കാൻ ശ്രമിച്ച കുറച്ച് ആളുകളുണ്ട്. അതിൽ 2 പേരെ തേടിയുള്ള യാത്രയാണ് ഇനി കഥവര കഥകളിലെ അടുത്ത ലക്കത്തിൽ കാണാൻ പോകുന്നത്. നമ്മൾ ബംഗാള കാടുകളിൽ ചെന്ന് ഒരു നടക്കും ഭൂതത്തിനെ പരിചയപ്പെടും. പിന്നീട് സാനഡോയിൽ പോവും, ഒരു മാന്ത്രികനെയും തേടിക്കൊണ്ട്. കഥവര കഥകളിലെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ നമ്മൾ കേരളത്തിൽ ജനിച്ച് കേരളത്തിൻ്റെ പുറത്തേക്ക് വരെ യാത്ര ചെയ്ത കുറച്ച് CIDകളെ പറ്റി കണ്ടു. എന്നാൽ ഇവരെല്ലാവരും പ്രശസ്തരായതോടുകൂടി നമുക്ക് കേരളത്തിൻ്റെ പുറത്തു നിന്നും ഇന്ത്യയുടെ പുറത്തു നിന്നും കുറച്ച് സന്ദർശകരുണ്ടായി. ഇവരാരും മലയാളികളായിരുന്നില്ല. എന്നാൽ നമ്മൾ ഇവരെയും മലയാളം പഠിപ്പിച്ചു. CIDകളെ പോലെ ഇവർ നിയമത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവരാരാണെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. അറിയൂ? ഇവിടെ വന്ന മാൻഡ്രേക്ക്. ആദ്യം ഫാൻറ്റം വന്നു, ഇപ്പൊ മാൻഡ്രേക്ക് വന്ന്, ഇനി ലോദർ വരും. ആ ഫാൻറ്റം ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തി കളയും. ആരെ കണ്ടുപിടിക്കാൻ മാൻഡ്രേക്ക് കമ്പെടുക്കാൻ. ഓ പിന്നെ ടോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻറ്റമാ, ഫാൻറ്റം. ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയോട്ടി. Phantom, I always liked the Phantom because ഞാൻ തുടക്കത്തിൽ വായിച്ച one of the first characters was the Phantom. Phantom എനിക്ക് വേറൊരു റീസൺ ഉണ്ട്. ഫാൻറ്റത്തിൻ്റെ ദറ്റ് എൻറ്റയർ ആ ഫാൻറ്റമിൻ്റെ അവർ ആ സ്റ്റോറി ലൈൻ, ആ മിത്ത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ദർ ഇസ് എ ലോങ് ലൈൻ ഓഫ് ഫാൻറ്റംസ്. അപ്പോൾ ഫാൻറ്റം പല ഏജിലും അവർ സ്റ്റോറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അന്നത്തെ കാലത്തെ ഫാൻറ്റത്തിൻ്റെ അഡ്വഞ്ചേഴ്സ്. അപ്പോൾ അത് ദാറ്റ് ഐ തിങ്ക് ഇസ് എ ഫാൻറ്റാസ്റ്റിക് പ്ലോട്ട് ഡിവൈസ്. കാരണം സെയിം ക്യാരക്ടർ ഓർ ദ not the same character but the same line of characters in different ages. അതൊരു വളരെ നല്ലൊരു പ്ലോട്ട് ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫാൻറ്റം ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാനും സ്റ്റോറീസ് വായിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, പ്രോബ്ലി എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ എന്നെ വലിച്ച് കോമിക്സിലേക്ക്, നോട്ട് ജസ്റ്റ് ദ ഫോമാറ്റോ. സത്യത്തിൽ എനിക്ക് കുറേ പാഷൻസുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം ഫ്രീ ടൈം കിട്ടിയാൽ വരയ്ക്കാറുണ്ട്.
അപ്പോൾ ഈ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് പോലും ഈ ഫാൻറ്റം എൻ്റെ ചുവരിലൊക്കെ സത്യത്തിൽ അത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു മൂഡാണ് എനിക്ക് കിട്ടുക. എൻ്റെ സ്റ്റഡി ടേബിളും അതിന് മുമ്പിലുണ്ടായിരുന്ന ഒരു വുഡൻ പ്ലാങ്കിൻ്റെ മൊത്തം ഞാൻ വരച്ചും ഈ കട്ട് ചെയ്ത് ഫാൻറ്റത്തിൻ്റെ ഇമേജസ് എല്ലാം ഒട്ടിച്ച് വെച്ച് അങ്ങനെ ഒരു മൊത്തം എൻ്റെ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ് എല്ലാം ഫാൻറ്റത്തിൻ്റെ ഇമേജസ് സ്ക്രിബിൾ ചെയ്തിട്ട് പിന്നെ ഞാൻ എന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം പാരൻസിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ ഒരു സയൻസ് ക്ലാസ്, എനിക്ക് തോന്നുന്നു 7th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു, എവല്യൂഷൻ ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് സയൻസിൽ. അപ്പോൾ ആ ചാപ്റ്ററിലെ എവല്യൂഷൻ ഓഫ് മാൻ ഇമേജസ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തൂടെ ഞാൻ എവല്യൂഷൻ ഓഫ് ഫാൻറ്റം ആക്കി ഔട്ട്ലൈൻ ചെയ്തു. അതിൽ എന്നെ പുറത്താക്കി. ഈ മലയാളം കോമിക്സ് മറ്റ് ഇംഗ്ലീഷ് കോമിക്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ കൂടി ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ദ്രജാൽ തന്നെ. ഇന്ദ്രജാൽ കോമിക് മാർച്ച് 1964 തുടങ്ങി, ഇംഗ്ലീഷ് വേർഷൻ, അതേപോലെ തന്നെ ഹിന്ദി വേർഷൻ. മറ്റ് പല റീജിയണൽ വേർഷൻസൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഫാൻറ്റം ഒറിജിനൽ ഫാൻറ്റം ആർട്ടിസ്റ്റ് റേ മൂർ ആയിരുന്നു. അപ്പോൾ റേ മൂറിൻ്റെ വളരെ കുറച്ച് കഥകൾ മാത്രമേ ഇന്ദ്രജാലിൽ റീപ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കൊച്ചിലെ വായിച്ചിരുന്ന കഥകളിൽ ഒന്നും റേ മൂറിൻ്റെ ഇല്ലായിരുന്നു. 1-2 കഥയെ റേ മൂറിൻ്റെ വന്നിട്ടുള്ളൂ ഇന്ദ്രജാൽ. ആൻഡ് ഇന്ദ്രജാൽ ഒരിക്കലും അത് ക്രോണോളജിക്കൽ ഓർഡറിലല്ല അവർ പബ്ലിഷ് ചെയ്തത്. നമ്മൾ കാണുന്നത് ഇന്ദ്രജാലിൽ വരുന്നത്, ഇന്ദ്രജാൽ ആദ്യം ഒരു ഇഷ്യൂ സൈബാരിയുടെ ആർട്ടായിരിക്കും അതിൽ. അപ്പോൾ സൈബാരി ഇത് വെരി റിയലിസ്റ്റിക് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ്, ട്രൂ ടു ലൈഫ് ആയിട്ടാണ് ആൾ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ട ഉടനെ തന്നെ അത് ഇഷ്ടപ്പെടും. ആൻഡ് ദാറ്റ് ഇമേജ് സ്റ്റേസ് ഇൻ യുവർ മൈൻഡ്. പക്ഷേ നെക്സ്റ്റ് കോമിക് ഇന്ദ്രജാൽ പബ്ലിഷ് ചെയ്യണത് വിൽ ബി ഫ്രം 20 years earlier. അത് വിൽസൺ മെക്കോയുടെ ആർട്ടായിരിക്കും. വിൽസൺ മെക്കോയ് ഇസ് എ വെരി കാർട്ടൂണിഷ് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ്. ആൾക്ക് ഇത്ര ഡീറ്റെയിൽസ്, ബാരിയെ പോലെ റിയലിസ്റ്റിക് ഡീറ്റെയിൽ ഒന്നുമില്ല. കുറേ കൂടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെയാണ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിൽസൺ മെക്കോയ്സ് ആർട്ട് ഗ്രൂ ഓൺ മീ. എനിക്കിപ്പോൾ ആളുടെ ആർട്ട് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് സം ഓഫ് ദ വെരി ബെസ്റ്റ് ഫാൻറ്റം സ്റ്റോറീസ് ആർ ഫ്രം ദ മെക്കോയ് പീരിയഡ്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ചാമുണ്ട് അതിന്. പിന്നെ ഈ ഇന്ദ്രജാൽ കോമിക്കിൻ്റെ മലയാളം വേർഷന് ഫസ്റ്റ് ഇഷ്യൂ വരുന്നത് ഏകദേശം 1980 360 നമ്പർ, അതായത് ഇംഗ്ലീഷ് വേർഷൻ്റെ 360 നമ്പറാണ് മലയാളത്തിലെ ഫസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഈ 1970s തുടക്കത്തിൽ, ഈവൻ 1960s പോലും അത്രയധികം കോമിക്സ് ഒന്നും മലയാളത്തിൽ വന്നതായിട്ട് കാണുന്നില്ല. കേരളത്തിലെ കോമിക്സ്, ദ ഏർലിയസ്റ്റ് കോമിക്സ് വിച്ച് ഐ റിമെമ്പർ ആർ ദ ഇംഗ്ലീഷ് കോമിക്സ് വിച്ച് പീസ് ടു ട്രിവാൻഡ്രത്തും. ഞാൻ ട്രിവാൻഡ്രത്ത് 12 കൊല്ലം താമസിച്ചപ്പോഴും കൂടുതലും കോമിക്സ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു. പക്ഷേ മലയാളം കോമിക്സ് ഉണ്ടായിരുന്നു. ഫാൻറ്റം ആൻഡ് മാൻഡ്രേക്ക് പേപ്പറിൽ വരുമായിരുന്നു. കേരള കൗമുദിയിൽ ഐ തിങ്ക് മാൻഡ്രേക്ക് യൂസ് ടു കം. അത് ഞാൻ പറഞ്ഞ 70s. അതിനും മുമ്പ് കേരള കൗമുദിയിൽ അതിനു മുമ്പും ഒരുപാട് കൊല്ലം മുമ്പ് തൊട്ട് വരുമായിരുന്നു. മൈ കസിൻ ഹു സ്റ്റേസ് നെക്സ്റ്റ് ഡോർ, പുള്ളി ഈസ് 74 years old നൗ. പുള്ളി പറഞ്ഞത് ഹീ ക്യാൻ റിമെമ്പർ മൈ ഗ്രാൻഡ് മദർ റീഡിങ് മാൻഡ്രേക്ക്. പേപ്പർ വരുമ്പോൾ പുള്ളിക്കാരി ആദ്യം നോക്കിയിരുന്നത് മാന്ത്രികനായ മാൻഡ്രേക്കിൻ്റെ കഥയായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അവരാ ഒരു സ്ട്രിപ്പായിരിക്കും, അതിൻ്റെ അടിയിലാണ് അവർ വേർഡ് ബലൂൺസ് അല്ലായിരുന്നു അതിൻ്റെ അടിയിലാണ് ആ കോൺവെർസേഷൻ അവർ എഴുതിയിരുന്നത്. 1970s തുടക്കത്തിലാണ് ശരിക്കും മലയാളത്തിലെ കോമിക്സ്, അതിൻ്റെ ഒരു 70s ആണ് ശരിക്കും മലയാളത്തിലെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സുവർണ്ണ കാലഘട്ടം മലയാളത്തിലെ കോമിക്സിൻ്റെ 1970s ആണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പിന്നെ നമ്മുടെ വിദ്യാർത്ഥി മിത്രം പബ്ലിക്കേഷൻസാണ്. അവരുടെ ആ ടാർസൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇഷ്യൂ തുടങ്ങിയതോട് കൂടിയിട്ട് ഭയങ്കര പോപ്പുലറായി. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമിക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുത്ത് വായിച്ച് അങ്ങനെയുള്ളൊരു നല്ല ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ലെങ്കിൽ ആ സമയത്ത് ഒരു കോമിക്കോ അല്ലെങ്കിൽ ടാസിൻ്റെ ഒരു ഇഷ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരാൾ പിന്നെ ബാറ്റ്മാനോ അല്ലെങ്കിൽ സൂപ്പർമാനോ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് വായിക്കുന്ന ശീലം. അപ്പോൾ ഒരു ബുക്ക് കിട്ടാൻ ആ സമയത്ത് ബുക്കിനൊക്കെ ₹1.50 ഉള്ളൂ. പക്ഷെ എന്നാലും ആ സമയത്തുള്ള ആ റേറ്റ് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് പ്രയാസമാണ് കിട്ടാൻ. എന്തായാലും നമ്മൾ മാക്സിമം വാങ്ങിയിട്ടും മറ്റും. പിന്നെ പ്രത്യേകിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് സഞ്ജയ്ക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ബാങ്ക് ഇതുണ്ടായിരുന്നു പണ്ട് സ്കൂളുകളിലൊക്കെ, ഇപ്പോൾ ഉണ്ടോന്നല്ല. ആ സ്കൂളുകൾക്ക് അമ്മ എല്ലാ ആഴ്ച ₹5 തരും. അതിൽ ₹2 ഞാൻ മാറ്റി വെച്ചിട്ട് ₹3 ഞാൻ ഇടാറുള്ളൂ. കാരണം ₹2 ഈ ടാസൻ വാങ്ങിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ
ടാർസൻ്റെയൊക്കെ കുറേ ഇഷ്യൂസ് ആ സമയത്ത് വെച്ചാൽ ടാർസൻ്റെ ഒരു ഇഷ്യൂ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി വാങ്ങിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ വിദ്യാർത്ഥി മിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോമിക്സ്, മലയാളം കോമിക്സ് പോപ്പുലറൈസ് ചെയ്യുന്നത്. അത് അവർ ആദ്യത്തെ വർഷം തന്നെ 1974 അവർ തുടങ്ങുന്നത്. ആദ്യത്തെ വർഷം തന്നെ ഒരു 12ഓളം ടൈറ്റിൽസ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നീട് വിദ്യാർത്ഥി മിത്രം കോമിക്സ് വന്നപ്പോൾ ദേവ പബ്ലിഷിംഗ് ഫാൻറ്റം അത് കൂടുതലും സ്കാൻഡിനേവിയൻ, അത് പിന്നീടാണ് നമുക്ക് അന്ന് അതൊന്നും മനസ്സിലായില്ല. അപ്പോർണാസ് സൺ എന്ന് പറഞ്ഞിട്ടാണ് ടാർസൻ അപ്പോർണാസ് സൺ എന്നാണ് ടൈറ്റിൽ വന്നത്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ എപ്പോഴും അതിശയമായിരുന്നു. കാരണം ടാർസൻ നോബഡി കോൾഡ് അപ്പോർണ ഇൻ ദ ടാർസൻ സാഗ. അത് നമ്മൾ ഒറിജിനൽ ബുക്സ് വായിച്ചാലും പിന്നീട് എനിക്ക് മനസ്സിലായത് അത് സ്വീഡിഷിൽ നിന്നോ നോർവീജിയനിൽ നിന്നോ എങ്ങാണ്ട് ഉള്ള കോമിക്കാണ്. അപ്പോർണ എന്നതിൻ്റെ അർത്ഥം ഏപ്പ് എന്നാണ്. അപ്പോൾ ടാർസൻ സൺ ഓഫ് ദ ഏപ്പ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ എവിടെ വായിച്ച് അത് കണ്ടിരുന്നത്. വിദ്യാർത്ഥി മിത്രം കോമിക്സ് ഐ യൂസ് ടു കളക്ട്. പക്ഷേ 1970കളുടെ അവസാനത്തോട് കൂടിയിട്ട് ഈ ടാർസൻ എന്ന് പറഞ്ഞിരിക്കുന്ന കഥാപാത്രത്തിന് ചെറിയൊരു ക്ഷീണം വരികയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ പിന്നെ വിദ്യാർത്ഥി മിത്രം ടീം എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത കുറേയും കൂടി പോപ്പുലറായിട്ടുള്ള, കാരണം ഇന്ദ്രജാലമൊക്കെ അങ്ങനെ വളരെ പോപ്പുലറായിട്ട് ഇരിക്കുന്ന സമയത്തുള്ള 2 ക്യാരക്ടേഴ്സ് ഫാൻറ്റവും മാൻഡ്രേക്കാണ്. അങ്ങനെ ഫാൻറ്റത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും അവസാനം 1970കളുടെ അവസാനം 1979 ഫസ്റ്റ് വിദ്യാർത്ഥി മിത്രത്തിൻ്റെ ഫാൻറ്റം വരുന്നത്. അത് അവർ ധാരാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ഫാൻറ്റവും 14 മാൻഡ്രേക്കുമാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ വിദ്യാർത്ഥി മിത്രം ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് വീണ്ടും ചെറിയ മാറ്റങ്ങൾ വരുന്നു. അങ്ങനെ 1980കൾ തുടക്കം തന്നെ വിദ്യാർത്ഥി മിത്രത്തിന് ചെറിയൊരു ക്ഷീണം ബാധിക്കുന്നു. അതിന് പകരമായിട്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള, അതായത് അതിൻ്റെ കവർ ചിത്രങ്ങളൊക്കെ അതിമനോഹരമാക്കിയിട്ട് ചിത്രീകരിക്കുന്ന നമ്മളെ റീഗൽ കോമിക്സ് അവർ ഈ 2 എപ്പിസോഡുകൾ ഇറക്കുന്നു, 2 ക്യാരക്ടേഴ്സിനെ ഇറക്കുന്നു, അതായത് ഫാൻറ്റത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും. ഫാൻറ്റമും മാൻഡ്രേക്കും ടാർസനും അവരുടെ രണ്ടാമത്തെ വരവിൽ കുറച്ചുകൂടെ മലയാളം പഠിക്കാനായിട്ട് കോട്ടയത്തുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫസറുടെ അടുത്താണ് പോയത്. ഞങ്ങളും പോയി അക്ഷരനഗരിയിലേക്ക്. അവരെയൊക്കെ മലയാളം പഠിപ്പിച്ച് ആ പഴയ ഇംഗ്ലീഷ് പ്രൊഫസറെ കാണാൻ, ജേക്കബ് സാറിനെ കാണാൻ. 80ലാണ് ഞങ്ങൾ ടാർസൻ നോവൽ, അത് അമേരിക്കയിലുള്ള എഡ്ഗാർ റൈസ് ബറോസിൻ്റെ റൈറ്റ് എടുത്ത് 80 തൊട്ട് ടാർസൻ്റെ നോവൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. നോവൽ ടാർസൻ്റെ അതിപ്പം സ്റ്റിൽ വി ആർ കണ്ടിന്യൂയിങ് ഇറ്റ്. പിന്നെ 1982 തൊട്ട് കോമിക്സിൻ്റെ പരിപാടിയിലേക്ക് വന്നു. പിന്നെ 82 തൊട്ട് ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഈ ഉരുക്ക് കൈ മായാവി എന്നും ഈ ഇരുമ്പ് കൈ മായാവി എന്നും പറഞ്ഞ് കണ്ണാടി വിശ്വനാഥൻ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ന്യൂസ് പ്രിൻ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പബ്ലിഷേഴ്സ് ലണ്ടനിലുള്ള ഫ്ലീറ്റ് വേ പബ്ലിക്കേഷൻ. അപ്പോൾ അവരുമായിട്ട് കറസ്പോണ്ടൻസൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് മലയാളത്തിൽ ചെയ്യാനുള്ളതിന് റൈറ്റ്സ് കിട്ടി. അത് ഞങ്ങൾ യൂസ് പ്രിൻ്റ് ഇട്ടിട്ട് ശിവകാശിയിലും പിന്നെ എറണാകുളത്ത് ബിയാനി പ്രസിലുമായിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പം ഇവർക്ക് എഴുതിയപ്പം ഫാൻറ്റവും മാൻഡ്രേക്കും കാര്യത്തിന് എഴുതിയപ്പം അവർ പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് റൈറ്റ്സ് ഉള്ളതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് തരാൻ പറ്റില്ല. അപ്പം 1990 ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഇതങ്ങ് കട്ട് ചെയ്തു. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി അന്ന് നിർത്തി. അപ്പോൾ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിക്കകത്ത് ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം നമ്മുടെ പഴയ ലെറ്റർ വെച്ച് അവർ പറഞ്ഞു സിൻസ് ഇന്ദ്രജാൽ കോമിക്സ് സീസ് പബ്ലിക്കേഷൻ, അതുകൊണ്ട് വി ആർ വില്ലിങ് ടു ഗിവ് ഇറ്റ് യു. അങ്ങനെയാണ് 1990 തൊട്ട് തുടങ്ങിയത്. ഈ റീഗൽ കോമിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിദ്യാർത്ഥി മിത്രത്തിൻ്റെ അത്ര റീഗൽ കോമിക്സ് വായിച്ചിട്ടില്ല, അല്ല വാങ്ങിയിട്ടില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ കാരണം ഞാൻ ആ സമയത്ത് കോളേജൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് പിന്നീട് കാണുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ കവറ്, ഇതിൻ്റെ ഈ റീഗൽ കോമിക്സിൻ്റെ ഒക്കെ കവറ് ഒരു ഗോപാലൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് വരയ്ക്കുന്നത്. കുടമാലൂർ ഗോപാലൻ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഇതായിട്ടാണ്, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഇന്ദ്രജാലിൻ്റെ ആർട്ട് വർക്ക് ആണെങ്കിലും പുറമെ ഇയാളുടെ ആർട്ട് വർക്കാണ്. അതിൻ്റെ പ്രത്യേകത നടുവിലൊരു ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഫാൻറ്റം ആണെങ്കിൽ ഫാൻറ്റം, അതിന് ചുറ്റുമായിട്ട് സാറ്റലൈറ്റ് രൂപത്തിൽ പല പിന്നെ കഥയിലുള്ള ചില ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അവർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കവേഴ്സും, മാത്രമല്ല ഈ വിദ്യാർത്ഥി മിത്രത്തിൻ്റെ കോമിക്കിനേക്കാളും കുറച്ചും കൂടി വലിയ ഫോമാറ്റിൽ പിന്നെ ഇതിറക്കിയതോട് കൂടിയിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ അവർ കുറേ കാലത്തേക്ക് ഇതിൻ്റെ പിന്നാലെ കിടന്നു. അപ്പോൾ ഇത് 2 വിദ്യാർത്ഥി മിത്രവും പിന്നെ ഈ
എന്താ പറയുക റീഗൽ കോമിക്സാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഇവര് സാർ ഇപ്പം അവരുടെ റൈറ്റ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ആ ഒരു മൊത്തം പ്രോസസ് അവരാദ്യം ആർട്ട് അയച്ചത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞത്? അന്ന് ഇതുപോലെ പടം ഇങ്ങോട്ട് അയച്ചില്ല. ഇപ്പം ഇതിനകത്ത് വരിക ഇമെയിൽ വഴിയാണ് വരുന്നത്, മെയിൽ വഴിയാണ് വരുന്നത്. പണ്ട് അവർ ഇങ്ങനെ നല്ല കട്ടിയുള്ള ബോണ്ട് പേപ്പർ പോലെ കട്ടിയുള്ള ആർട്ട് പേപ്പർ ഇങ്ങോട്ട് അയച്ചു തരും. അത് നമ്മൾ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഓരോന്നാ പേജായിട്ട് തിരിച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കും. അപ്പോൾ അത് ആ ബലൂണിനകത്ത് നിൽക്കത്തക്ക വിധി പടം എനിക്ക് കാണുന്നതുകൊണ്ട് എനിക്കറിയാമല്ലോ. അത് എബ്രിഡ് ചെയ്യേണ്ടടുത്ത് റെലവൻ്റായിട്ടുള്ള വേർഡ്സ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു ഒറ്റ വാക്കുകൊണ്ട് ഐഡിയ കൺവേ ചെയ്യാം. മലയാളത്തിൽ അതിന് ഇച്ചിലൂടെ നീട്ടേണ്ടി വരും. അപ്പോൾ അതിന് പറ്റിയ ആപ്റ്റ് വേർഡ് കണ്ടുപിടിച്ച് ആണ് എഴുതുന്നത്. 1994 ഞങ്ങൾ ചെമ്പകം എന്നും പറഞ്ഞൊരു വീക്കിലി ഞങ്ങൾ തുടങ്ങിയാൽ 85 അത് ടി വിയുടെ അതിപ്രസരം കൊണ്ടേ എല്ലാ വീക്കിലും കോട്ടയത്തായിട്ട് വീക്കിലി ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് നിർത്തുന്നത് അന്നേരം ലാസ്റ്റിലുള്ളത് മനോരമയും മംഗളവും ഉള്ളൂ. ലാസ്റ്റിലാണ് ഞങ്ങൾ നിർത്തുന്നത്. അത് 94 നിർത്തി. അത് കഴിഞ്ഞ് 96 എന്നൊരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു, ബാങ്കിൻ്റെയൊക്കെ. 96 ഞങ്ങൾ വീണ്ടും 97 വരെ ഇത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഈ പ്രോബ്ലംസ് കാരണം കുറച്ച് നാളത്തേക്ക് അങ്ങ് നിർത്തി. ഇത് ഞങ്ങൾ 1990s തുടങ്ങി കഴിഞ്ഞിട്ട് 1996 നിർത്തിയായിരുന്നു. ഇത് നിർത്തിയതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ കോമിക്സിന് ഡിമാൻഡ് ഇല്ലാത്ത കാരണം അല്ലായിരുന്നു. ഫാദർ പറഞ്ഞ പോലെ തന്നെ ചെമ്പകം ഞങ്ങൾക്ക് ആഴ്ചപ്പതിപ്പ് നിർത്തേണ്ടി വന്നപ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു. ആ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണമാണ് ഞങ്ങൾക്ക് കോമിക്സ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ. യഥാർത്ഥത്തിൽ ഇതിന് ഡിമാൻഡ് ഒന്നുള്ളത് അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു. അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ LLBക്ക് ചേർന്നു, അഡ്വക്കേറ്റായി ബാംഗ്ലൂരിലോട്ട് പോയപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കോമിക്സ് വീണ്ടും കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഫൈനാൻസ് ഒന്ന് കറക്റ്റാകാൻ വേണ്ടി മാത്രം അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം കേരളത്തിൽ കാര്യമായിട്ട് അങ്ങനെ ഒത്തിരി പേരില്ല കോമിക്സ് ഇറക്കുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്തൊരു പുതിയൊരു നല്ല തുടക്കം. ഇതുവരെയുള്ള റിസപ്ഷൻ വെച്ചിട്ട് തീരുമാനം ശരിയാണ്, വളരെ ശരിയാണ്. ഞാൻ ലേറ്റായി പോകുന്നത് തോന്നുന്നു. ഇപ്പം എല്ലാവരോടും ചോദിക്കും, എല്ലാവരും ഇപ്പം പ്രശ്നം കാര്യമൊക്കെ റിട്ടയർ ചെയ്യാൻ മേലെ എന്ന് കോട്ടയത്ത് ചോദിക്കും, നീ പ്രായമായില്ലെന്നൊക്കെ ഇപ്പോഴും വരുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ദിവസവും നമ്മൾ നടത്തോളം കാലം ഇത് ചെയ്യുക. വെറുതെ ഇരുന്നാലേ നമ്മൾ ഇതായി പോവേ. പക്ഷേ എനിക്ക് നമുക്ക് തന്നെ ഇപ്പം ഫുൾ ടൈം ആക്ടിവിറ്റി ഉള്ളതുകൊണ്ടേ അപ്പം നമ്മൾ ഓരോ ദിവസം പോകണത് അറിയുന്നില്ല. ഇത് മൈൻഡ് നെവർ റിട്ടയർസ്, ഇറ്റ് ഈസ് എ ബോഡി ദാറ്റ് ബിക്കംസ് വീക്ക്. മൈൻഡ് റിട്ടയർ ചെയ്യുന്നില്ലല്ലോ, ശരീരം. ബൈബിളൊരു വാക്കില്ലേ, സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലെഷ് ഈസ് വീക്ക്. ഈ കഥാപാത്രങ്ങളെല്ലാം എത്രത്തോളം ഇപ്പോഴും ജനശ്രദ്ധയെ ആകർഷിക്കുന്നു എന്നതിനൊരു ഉദാഹരണമാണ് റീഗൽ കോമിക്സിൻ്റെ തിരിച്ചുവരവും അവരുടെ ഈ ജനപ്രിയതയും. റീഗൽ കോമിക്സ് ഇപ്പോഴും ഫാൻറ്റത്തിൻ്റെയും മാൻഡ്രേക്കിൻ്റെയും കഥകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു പോരുന്നു. അത് വായിക്കുന്ന 10 വയസ്സും 40 വയസ്സുമുള്ള കുട്ടികൾ അതേപോലെ തന്നെ ആ കാടുകളിലേക്കും അവരുടെ ലോകത്തിലേക്കും ഇറങ്ങി ചെല്ലുന്നു. ഒരു ദിവസം അതൊരു തമാശയാണ്. അത് എൻ്റെ അച്ഛൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ് പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്സിസ്റ്റ് ഐഡിയോളോഗ്, വളരെ മാർക്സിസ്റ്റ് വിഷണറി ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ കഴിയുന്നതും അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകാറില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, വേറൊരു ലെവലാണെന്നുള്ളത്. ഒരു ദിവസം അപ്പച്ചിയും അമ്മാനും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ വീട്ടിലില്ല, അമ്മ അടുക്കളയുണ്ട്, ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മാവൻ ചോദിക്കുന്ന ആ ചോദ്യം, എന്താ വായിക്കുന്നത്? അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, എന്താണ് വല്ല മാർക്സോ അല്ല ഗാബ്രിയൽ ഗാർസിയ മാർക്വസോ അല്ലെങ്കിൽ പൗളോ കൊയിലോ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ രണ്ടാമത് ചോദ്യം വന്നു കഴിഞ്ഞാൽ കാര്യം കഴിയും. അപ്പോൾ വളരെ ചമ്മലോടുകൂടി ഞാൻ പറഞ്ഞു, അത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ് ഹാൻഡ് കടയിൽ നിന്ന് പഴയ കുറേ ഫാൻറ്റം കിട്ടി. അമ്മ കുറച്ച് നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്നെ ചോദിച്ചു, ഫാൻറ്റം എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ലീ ഫാൽക്ക്. ഞാൻ മനസ്സിലായി. അത് ഈ ഒറിജിനൽ ഫാൻറ്റവും ഇന്ത്യയിൽ വന്ന ഫാൻറ്റവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? എന്താണ് ഒറിജിനൽ ഫാൻറ്റത്തിൽ ബംഗാള എന്ന കടപ്പുറമാണ്. ഇവിടെ വന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ തന്നെ ബംഗാൾ എന്നെ കളിയാക്കാം, അല്ലെങ്കിൽ ബംഗാളിന് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ചേഞ്ച് ഇൻ ബംഗാളി. ഇതെല്ലാം എനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. ഇത് എന്താണ്? ജസ്റ്റ് ഇമാജിൻ, ഒരു മാർക്സിനെ പറ്റിയും ഈ കമ്മ്യൂണിസ്റ്റിനെ പറ്റിയും പഠിച്ചിരിക്കുന്നൊരു ഒരു 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 ഇൻ്റലക്ച്വൽ വന്നിരുന്ന് എൻ്റെ അടുത്ത് ഫാൻറ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ.
അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായിരുന്ന ആ കോംപ്ലക്സ് അങ്ങ് മാറി. കോമിക്സ് വായിക്കുന്ന ഒരു കോമിക്സ് ഏത് പ്രായത്തിലും വായിക്കാം, അല്ലെങ്കിൽ ദർ ഇസ് നത്തിങ് ടു ബി എഷെയിംഡ് ഓഫ്. അന്ന് ഞങ്ങൾ ആസ്ട്രിക്സിനെ പറ്റിയും ടിൻറ്റിനെ പറ്റിയും കാൽവിൻ ആൻഡ് ഹോബ്സിനെ പറ്റിയും ഇങ്ങോട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. എല്ലാം ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചു. അന്ന് വായിക്കുന്ന പൾപ്പ് നോവൽസിനെ പറ്റി സംസാരിച്ചു. അന്ന് ഞാൻ വായിച്ച പുസ്തകങ്ങളെ പറ്റി അദ്ദേഹം ഞാൻ വായിച്ച പുസ്തകം ആ വർഷം ഇറങ്ങിയ പുസ്തകങ്ങളെ പറ്റിയുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ജോൺ ഗ്രിഷിൻ്റെ പുസ്തകമാണ്. അപ്പോഴും മനസ്സിലായത് ഈ റീഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കോമിക്സ് എന്ന് പറയുന്നത് ഒരു പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഇതിൻ്റെയോ ഒന്നുമല്ല. ഇറ്റ് ഈസ് മെൻറ്റ് ടു ബി റെഡ്. പിന്നെ എപ്പോഴും ഞാൻ ഒരു പോപ്പുലറായിട്ടുള്ള ജംഗിൾ സെയിങ് ആണല്ലോ, യു ഡോണ്ട് ഹാവ് ടു സെർച്ച് എ ഫാൻറ്റം വിൽ ഫൈൻഡ് യു, റൈറ്റ്? അത് ഞാൻ കോമിക്സിന് ആസ് എ കളക്ടർ നീ നോട്ട് സെർച്ച് എ കോമിക് വിൽ ഫൈൻഡ് യു. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആ ജേണിയിൽ പിന്നെ അത് അനുഭവമായിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും കോമിക് ആഗ്രഹിച്ചിരുന്നാൽ ആ കോമിക് ഒരു അടുത്ത ഇതിൽ തന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അതെനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അതൊരു വർഷങ്ങളായിട്ട് ചിലപ്പം ആ കോമിക് മനസ്സിലുണ്ടാവും, പക്ഷേ ഒരു സാധനം തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനകോ ആ കോമിക് എൻ്റെ കയ്യിൽ കിട്ടും. അത് ഇറ്റ് ജസ്റ്റ് കംസ്, ഐ ഡോണ്ട് നോ ഹൗ. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫാൻറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ഒരു കോളേജ് ഫെസ്റ്റിനായിട്ട് NSS കോളേജ് പാലക്കാട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ ബസ് ഇറങ്ങി ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ഒരു ചായക്കട കണ്ടു. ആ ചായക്കടയുടെ പേരാണ് ഭയങ്കരമായ ഒരു കൗതുകം എന്നിൽ ഉണർത്തിയത്. സാനഡു എന്നു പേരുള്ളൊരു ചായക്കട പാലക്കാട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. ഞാനതിൻ്റെ ഉടമസ്ഥനും അന്നത്തെ കാഷ്യറുമായിരുന്ന ചന്ദ്രൻ, അഥവാ സാനഡു ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ചന്ദ്രേട്ടനോട് പോയി ചോദിച്ചു, എന്താണ് ഈ പേരിട്ടതിൻ്റെ കാരണമെന്ന്. ഇത് ഈ ഹോട്ടൽ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് പഠിക്കുന്ന കുട്ടികൾ ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി മാൻഡ്രേക്കിൻ്റെ കഥ വായിക്കുമായിരുന്നു. അപ്പോൾ ആ കഥയിൽ നിന്ന് മാൻഡ്രേക്കിൻ്റെ വീടിൻ്റെ പേരെടുത്തിട്ട് ഞങ്ങൾ ഹോട്ടലിനായിട്ട് ഇട്ടതാണ്. അങ്ങനെയാണ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത്. അതെ, അവരൊക്കെ ഇങ്ങനെ ഒരു പേര് ഇത് എന്താന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ഇന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പം അന്ന് മാത്രമല്ല, ഇന്നും വരുന്നവർ പുതിയ കുട്ടികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മാൻഡ്രേക്കിൻ്റെ ഒരു ആക്ഷനും അങ്ങേരെ പരിപാടിയും പിന്നെ നന്മ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങേരെ നമുക്കൊരു ഭീകരനായിട്ട് തോന്നുമെങ്കിലും ചെയ്തതൊക്കെ നന്മയായിരുന്നല്ലോ. അത് അങ്ങനെ. റീഗലിൻ്റെ പുതിയ ഫാൻറ്റമും മാൻഡ്രേക്കും കോമിക്സ് ചന്ദ്രേട്ടനെ അന്ന് ഏൽപ്പിച്ചപ്പോൾ ചന്ദ്രേട്ടൻ സന്തോഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി തന്നാണ് യാത്രയാക്കിയത്. ചന്ദ്രേട്ടനെ കാണാൻ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തിൽ കൂടുതലായി. ചന്ദ്രേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ചന്ദ്രേട്ടനെ ഞങ്ങളൊന്ന് കാണാൻ പോയ ആ 1 മണിക്കൂർ നേരത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയും സൗഹൃദങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. അത് ഞങ്ങൾ ഒരു ഭാഗ്യമായി കാണുന്നു. ഒരിടത്തൊരു ചിത്രശലഭം ചിറകടിച്ചാൽ വേറെ എവിടെയോ ഒരു കൊടുങ്കാറ്റുണ്ടാവുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? കേരളത്തിലെ 60കളിലും 70കളിലും അതേപോലൊരു ചിത്രശലഭത്തിൻ്റെ ചിറകടികൾ നമ്മൾ കേട്ടു. അത് പിന്നീട് ബാലമാസികകളുടെ ഒരു വലിയ കൊടുങ്കാറ്റിന് സൃഷ്ടിച്ചു. കുട്ടികളാവുമ്പോൾ നമ്മളൊക്കെ ചിത്രശലഭത്തിൻ്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ഞങ്ങളും പോയി ഒരു ചിത്രശലഭത്തിൻ്റെ പിന്നാലെ, പൂമ്പാറ്റയുടെ പിന്നാലെ. ഓഹോ, പിശാചെന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട സർ. ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാച്. അതെന്താ അവിടെ മാത്രം ഇങ്ങനെ പിശാച് വന്നേ? അയ്യോ, പൂമ്പാറ്റ. സാറേ, ഈ പൂമ്പാറ്റ വായിച്ചിട്ട് എനിക്കും തരണേ.
എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വായനാ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വായനയിൽ താല്പര്യമുള്ള ഏതൊരു കുട്ടിയുടെയും വായനാ താല്പര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാലസാഹിത്യം മലയാളത്തിലുണ്ടായിരുന്നില്ല. ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ തീരെയില്ല എന്നുള്ളതല്ല, ഉള്ളത് തീരെ അപര്യാപ്തമായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം അക്കാലത്ത് ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും വായിച്ചിരുന്ന മുതിർന്നവർ വായിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ കിട്ടുന്ന ബാലസാഹിത്യം നമ്മളെ വളരെ പ്രചോദിപ്പിച്ചിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പൂമ്പാറ്റ അന്ന് സ്ഥിരമായിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. പൂമ്പാറ്റ ആരെങ്കിലും വാങ്ങി വീട്ടിലെത്തിക്കുമ്പോൾ മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. അന്ന് PA വാര്യർ ആരംഭിച്ച പൂമ്പാറ്റ, തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പൂമ്പാറ്റയാണ് അന്നുണ്ടായിരുന്നത്. അത് ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടിരുന്നു, കുറേ ലക്കങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 70കളുടെ അവസാനമാണ് പൂമ്പാറ്റ പൈക്കോ പ്രസിദ്ധീകരണത്തിന് വേണ്ടി തുടങ്ങിയത്. അതിനു മുമ്പ് കുറച്ചുകൂടി പിന്നോട്ട് പോവുകയാണെങ്കിൽ 70കളുടെ ആരംഭകാലത്ത് PA വാര്യർ പൂമ്പാറ്റ പ്രസിദ്ധീകരണങ്ങൾ വിറ്റപ്പോൾ സിതാര പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു പ്രസാധകർ അത് ഏറ്റെടുത്തു. സിതാര പബ്ലിക്കേഷൻസിൻ്റെ ഉടമ എൻ്റെ ഗ്രാമത്തിൽ തന്നെ ജനിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളവിടെ അക്കാലത്ത് അതിൻ്റെ ആദ്യലൊക്കെ ഇറക്കിയപ്പോൾ വിളിച്ച് ഒരു സ്വീകരണം നടത്തുകയും ഞങ്ങളുടെ ഒരു ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ സിതാര പബ്ലിക്കേഷൻ്റെ പൂമ്പാറ്റ പ്രസിദ്ധീകരണം അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ട്, ഒരു എഡിറ്റോറിയൽ ടച്ച് എന്ന് പറയുന്നില്ല, അതിൻ്റെ ഇല്ലായ്മ കൊണ്ട് തീരെ അത് പ്രചാരത്തിലാകുകയുണ്ടായില്ല. പിന്നെ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ എന്തോ അതും ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവരുടെ പക്കൽ നിന്നാണ് പൂമ്പാറ്റയുടെ പ്രസിദ്ധീകരണാവകാശം പൈക്കോ 78 വാങ്ങിക്കുകയും 78 ജൂണിൽ പൈക്കോ പ്രസിദ്ധീകരണമായിട്ട് ആരംഭിക്കുകയും ചെയ്തതിന് ശേഷമാണ് കേരളത്തിൽ ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു തരംഗത്തിൻ്റെ തുടക്കം കുറിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. അത് ആ പൈക്കോയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യത്തെ ഒരു 3-4 ലക്കം കൊണ്ട് തന്നെ അതിൻ്റെ തനിമ കാണിച്ചു. പിന്നെ പൈക്കോയുടെ വിതരണ ശൃംഖലയുടെ ഒരു സവിശേഷത കൊണ്ട് അത് കേരളത്തിലെല്ലാം പരന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാലസാഹിത്യത്തിൽ നൽകിയ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള കുട്ടിയും തിരുവനന്തപുരത്തുള്ള കുട്ടിയും പൂമ്പാറ്റ വായിച്ചിരുന്നു എന്നുള്ള, അതിലൂടെ ഒരു ഏകത ആ പ്രായത്തിലുള്ള കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. അതിനകത്തെ കഥാപാത്രങ്ങളിലൂടെ അവർ ഐകിക രൂപം പ്രാപിക്കുകയും അവരുടെ ഒരു മാനസിക തലങ്ങൾ ഒരുപോലെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു അബോധമായ ഒരു സമൂഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു തലമുണ്ടല്ലോ, അങ്ങനെ ഒരു ഏകത വരുത്താനായിട്ട് ഈ പ്രചാരം പൂമ്പാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പൈക്കോയ്ക്ക് അന്ന് കിട്ടിയൊരു വലിയ ഭാഗ്യം, പയ്യാങ്കമനയിൽ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വരുമായിരുന്നു. ലോകത്ത് ഇറങ്ങുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങളെല്ലാം പയ്യാങ്കമനയിൽ വരും. അപ്പോൾ ആ ഒരു പുസ്തകം വരുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് പോയി പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരാം, ഇഷ്ടംപോലെ വായിക്കാം. അപ്പോൾ ഒരു വിദേശത്തു നിന്ന് കിട്ടേണ്ട ഒരു പുതിയ ഏറ്റവും രസകരമായതും പുതിയതുമായ അറിവ് ഏറ്റവും ആദ്യം വേറെ ഇന്ത്യയിലെ ഏത് പ്രസിദ്ധീകരണത്തെക്കാളും വേഗം കുട്ടികളുടെ മുന്നിലെത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാം ആ പുസ്തകം മേടിക്കുന്നതിന് ഒരു കാലത്തും SV പൈ എന്ന് പറയുന്ന അതിനകത്തെ ഒരു മുതലാളി അദ്ദേഹം ഒരു കാലത്തും പിശുക്ക് കാണിച്ചിരുന്നില്ല. കാരണം ഏറ്റവും നല്ല കണ്ടൻറ്റ് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള വളരെ വാശിയായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മലയാളം നന്നായിട്ട് വായിക്കാൻ അറിയാമായിരുന്നോ എന്ന് എനിക്ക് ഇന്നും സംശയമുണ്ട്. പക്ഷേ എങ്കിലും അതിനകത്തെ ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ എപ്പോഴും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ വായിക്കുന്നതും എല്ലാ തരത്തിലുള്ള വീടുകളിലും പ്രവേശനം ഉണ്ടായിരുന്നതായ ഒരു പ്രസിദ്ധീകരണം പൂമ്പാറ്റയായിരുന്നു. മറ്റേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന ഒരു വിഭാഗവും മനോരമ ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന ഒരു വിഭാഗവും ജനയുഗം വളരെ നല്ല രീതിയിൽ 50കളിലും 60കളിലും പ്രസിദ്ധീകരണം നടത്തിയിരുന്നതാണ്. ജനയുഗം വായിക്കുന്ന വേറൊരു വിഭാഗവും ഒക്കെ ആയിട്ട് വേർതിരിക്കാമെങ്കിൽ ഈ പൂമ്പാറ്റയുടെ കാര്യത്തിൽ അതിനകത്ത് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. ബാലരമയൊക്കെ അന്ന് പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. ബാലരമ അന്ന് തീർച്ചയായിട്ടും ടീനേജ് കൗമാരപ്രായക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രസിദ്ധീകരണമായിരുന്നു. അത് അതിൻ്റേതായ സർക്കുലേഷൻ്റെ നമ്പർ പറയുമ്പോൾ പൂമ്പാറ്റയേക്കാൾ കുറവാണെങ്കിലും ബാലരമ, അന്നത്തെ ബാലരമയും കടവനാട് കുട്ടിക്കൃഷ്ണനെ പോലുള്ളവരാണ് അന്ന് എഡിറ്ററായിട്ട് ഉണ്ടായിരുന്നത്. അവരവരുടെ പർപ്പസ് സെർവ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അത്തരത്തിലുള്ളൊരു കഥാരീതികളും കവിതയുടെ രീതികളും ഒക്കെയാണ് അവർ പിന്തുടരുന്നത്. പക്ഷേ പൂമ്പാറ്റയുടെ സാർവത്രികത അത് വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് കേട്ട് പഠിക്കാനുള്ള, കേട്ട് രസിക്കാനുള്ള, പഠിക്കാനുള്ള കേട്ട് രസിക്കാനുള്ള കഥകൾ അതിനകത്തുണ്ടായിരുന്നു. കണ്ട് രസിക്കാനുള്ള ചിത്രകഥകൾ അതിനകത്തുണ്ടായിരുന്നു. ആ കേട്ട് രസിക്കാനും കണ്ട് രസിക്കാനും ഉള്ളത് പറഞ്ഞു കൊടുക്കുന്ന മുതിർന്നവർക്കും അത് രസിക്കാൻ കഴിയുമായിരുന്നു. വളരെ പ്രായമുള്ളവരും അവർക്ക് ആയാസരഹിതമായ ഒരു വായനാ സൗഖ്യത്തിന് വേണ്ടി പൂമ്പാറ്റ വായിക്കുമായിരുന്നു. യാത്രാവേളയിൽ നേരം
കൊല്ലാൻ വേണ്ടി അത് മേടിച്ച് വായിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നവരെക്കാൾ കൂടുതൽ ന്യൂസ് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിക്കുന്നവരുടെ സബ്സ്ക്രിപ്ഷനായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. സ്ഥിരം സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു, എന്നാലും എണ്ണത്തിൽ കൂടുതൽ മറ്റതായിരുന്നു. അപ്പോൾ ബാലയുഗവും ബാലരമയൊക്കെ വേറൊരു സ്റ്റൈലിലാണ് അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. പൂമ്പാറ്റ വന്നപ്പോൾ ഭയങ്കര മാറ്റത്തോടുകൂടി വളരെ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ചിത്രകഥയൊക്കെ ആണെങ്കിലും നല്ല ഡയലോഗും മൃഗങ്ങളൊക്കെ ആണെങ്കിൽ മനുഷ്യർ സംസാരിക്കുന്ന പോലെ മനുഷ്യരുടെ തമാശകൾ അതെല്ലാം അതുപോലെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കോപ്പി ചെയ്തതിന് കൂടി. അപ്പോൾ അതാണ് പിന്നെ പൂമ്പാറ്റ കോപ്പി കൂടിയത്. പിന്നെ ബാലമംഗളം വന്നപ്പോൾ ബാലമംഗളം പിന്നെ ആ രീതിയിൽ നമ്മുടെ ഇതായിട്ട് പോകുന്ന പൂമ്പാറ്റയാണ്, ആ സ്റ്റൈലിലാണ് പോകുന്നത്. പിന്നെ എല്ലാ പ്രശ്നങ്ങളും ആ രീതിയിലായി. എനിക്കൊന്ന് 80s അല്ലെങ്കിൽ മിഡ് 90s വരെയും ടോപ്പ് 3 വേർ പൂമ്പാറ്റ, ബാലരമ ആൻഡ് ബാലമംഗളം. ആൻഡ് കപീഷ്, ലേറ്റർ കിഷ്കു, മായാവി, ഡിങ്കൻ. ദേ റൂൾഡ് ദി കോമിക് ഇൻഡസ്ട്രി. വാസ്തവത്തിൽ പൂമ്പാറ്റ എഡിറ്ററായിട്ടല്ല ഞാൻ വരുന്നത്. അന്ന് പൂമ്പാറ്റയ്ക്ക് എഡിറ്ററുണ്ട്, എൻ്റെ മുൻഗാമി എൻ എം മോഹൻ എഡിറ്ററാണ്. അദ്ദേഹമാണ് അടുത്ത എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനുമായിരുന്നത്. എനിക്ക് മറ്റ് ചില ചുമതലകൾ, പൈക്കോ ക്ലാസിക്സ് അന്ന് പ്രസിദ്ധീകരിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. സിന്ദൂരം എന്ന് പറഞ്ഞിട്ടൊരു വനിതാ മാഗസിൻ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് എനിക്ക് വാസ്തവത്തിൽ പൂമ്പാറ്റയിൽ എന്നെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ മോഹൻ പ്രധാനപ്പെട്ട എഡിറ്ററായിട്ടും ഈ 2 പ്രസിദ്ധീകരണങ്ങളുടെ പ്രത്യേക ചുമതലയായിട്ട് ഞാനും, പൂമ്പാറ്റയ്ക്ക് അസിസ്റ്റ് ചെയ്യാൻ വേറെ ഇന്ദുചൂടൻ എന്ന് പറഞ്ഞ മറ്റൊരു അസിസ്റ്റൻ്റ് എഡിറ്ററും മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വന്ന് 3 മാസത്തിനകം എൻ എം മോഹൻ ബാലരമയുടെ എഡിറ്ററായി പോയതുകൊണ്ട് പെട്ടെന്നൊരു അങ്കലാപ്പ് എൻ്റെ പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചുമതലയെടുക്കാൻ ഇത് നോക്കിക്കൊള്ളാൻ പറയുകയും ആ അവസരത്തിൽ തന്നെ പൂമ്പാറ്റയ്ക്കുണ്ടായിരുന്ന സബ് എഡിറ്ററും മനോരമയുടെ സ്റ്റാഫായിട്ട് MG ഇന്ദുയുടെ മനോരമയുടെ സബ് എഡിറ്റർ ട്രെയിനിയായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ തിരഞ്ഞെടുത്ത 1-2 അസിസ്റ്റൻറ്റുകൾ, സബ് എഡിറ്റർമാരെ വെച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതപ്പോൾ ഇറ്റ് ഈസ് സോ ഹാപ്പൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അവകാശവാദമായി ഞാൻ അവിടെ വരികയും അത് ചെയ്തു നോക്കുകയോ ഒന്നും ചെയ്തില്ല. അവിടുന്ന് പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ പ്രതിസന്ധി പൂമ്പാറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. കാരണം അന്ന് ഇന്ത്യ ബുക്ക് ഹൗസിൻ്റെ ചിത്രകഥകളുടെ എല്ലാം അവകാശം പൂമ്പാറ്റ അമർ ചിത്രകഥകളുടെയും അതുപോലെ പൂമ്പാറ്റയിലിരുന്ന ചിത്രകഥകളുടെ എല്ലാ അവകാശം പൂമ്പാറ്റയ്ക്കായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്ന ഒരു പേജിന് 100 രൂപ ആയിരുന്നു എന്ന് തോന്നുന്നു. 100 രൂപ 75 രൂപ ഒരു പേജ് അവർക്ക് പേ ചെയ്തിട്ടാണ് ഈ ചിത്രകഥ പൂമ്പാറ്റ എടുത്തിരുന്നത്. പക്ഷെ അന്ന് മിസ്റ്റർ എൻ എം മോഹനൻ എന്ന് പറയുന്ന ആളായിരുന്നു അന്ന് വരെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നോക്കി നടത്തിയിരുന്നത്. അദ്ദേഹം ബാലരമയിലേക്ക് പോയപ്പോൾ വലിയൊരു വെല്ലുവിളി പൂമ്പാറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. പകരം നമുക്കന്ന് ഒരു ചിത്രകഥ കൊടുക്കാനില്ല. അങ്ങനെ കുറേ പ്രതിസന്ധികൾ ശരിക്കും വന്നു. എന്താ, ചിത്രകഥകൾ അന്ന് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായിരുന്നു, പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ കോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ചിത്രകഥ ആര് വരയ്ക്കുമെന്നുള്ളൊരു വലിയ ചോദ്യം വന്നു. അപ്പോൾ നമ്മൾ അനന്തപ്പൈ മോഹൻദാസ് എന്ന് കപീഷിൽ കണ്ടിട്ടുണ്ട്, ഇത് ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോഴാണ് ഇരിങ്ങാലക്കുടയുള്ള ഒരു രാമനാഥൻ മാഷ് ഞങ്ങളുടെ ഓഫീസിൽ വരികയും മാഷിൻ്റെ അടുത്താണ് ഈ മോഹൻദാസ് എന്ന് പറയുന്ന ആൾ താമസിക്കുന്നതെന്നും അദ്ദേഹമാണ് ചിത്രകഥകളെല്ലാം വരയ്ക്കുന്നതെന്നും ഒക്കെ അറിയുന്നത്. അങ്ങനെ നമ്മളൊരു ദിവസം മോഹൻദാസുമായിട്ട് ബന്ധപ്പെട്ടു. എനിക്ക് തോന്നുന്നൊരു കോഴിയെക്കുറിച്ചുള്ള ഒരു കഥയാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ്. അദ്ദേഹം മോഹൻദാസ് വരച്ചു കൊണ്ടുവന്നു. അന്നെല്ലാം ചിത്രകഥകൾ കൈകൊണ്ട് എഴുതുമായിരുന്നു, ഇന്നിപ്പോൾ ഫോണ്ട് ടൈപ്പ് വയ്ക്കുകയാണല്ലോ. അപ്പോൾ അതെല്ലാം എഴുതിയിരുന്ന ഒരു രാമദാസ് ചെറായി രാമദാസ് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹം ആണ് അതെല്ലാം എഴുതിയിരുന്നത്. പക്ഷേ എങ്കിലും ഒരു 8-10 പേജ് 8 പേജിലൊക്കെ 8 പേജിനും 10 പേജിനിടയിൽ അപ്പുറത്തേക്ക് ഒരു ചിത്രകഥ കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം വായിക്കാനുള്ള കണ്ടൻറ്റ് കൂടുതൽ കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഏറ്റവും അധികം കുട്ടികളെ അക്കാലത്ത് സ്വാധീനിച്ചിരുന്ന ഒന്ന് ചിത്രകഥയും 2 അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കൗതുക വാർത്തകളുമായിരുന്നു. പിന്നെ ഞാൻ ഈ ചുമതലയേറ്റ് വന്നപ്പോൾ പൈക്കോ ക്ലാസിക്സിൻ്റെ ചുമതലയായതുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റുകളും ആദ്യമേ സൂക്ഷ്മമായി പരിശോധിച്ചു. അതും എനിക്ക് വലിയൊരു പാഠം തന്നു. ചിത്രകഥകൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ടത്, ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ടത് ഏതാണ്ട് സിനിമയുടെ തിരക്കഥയോട് സാമ്യമുള്ള രീതിയിലാണ്. വാസ്തവത്തിൽ സിനിമയുടെ വെറും തിരക്കഥയോടെ അല്ല, സിനിമയുടെ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിനോട് സാമ്യമുള്ള തരത്തിൽ നമ്മൾ തയ്യാറാക്കണം. കഥയുടെ നറേഷൻ സുഗമമായി പോകണം. ഓരോ പാനലിൽ നിന്ന് ഓരോ പാനലിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഓരോ ചിത്രങ്ങളിൽ നിന്ന് വേറൊരു ചിത്രത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ നറേഷൻ വളരെ സുഗമമായി പോകണം. കല്ല് കടിക്കരുത്. 2 വിവരണങ്ങളും സംഭാഷണങ്ങളും വളരെ ചെറുതായിരിക്കണം, ക്രിസ്പി ആയിരിക്കണം. അതിനകത്ത് എഴുതി പിടിപ്പിക്കാനുള്ള സ്പേസ് കുറവാണ്, അങ്ങനെ ചിത്രങ്ങളുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ആവശ്യമാണ്
ഒരു പാനലിൽ നിന്ന് അടുത്ത പാനലിലേക്ക് പോകുമ്പോൾ ആംഗിളുകൾ, ചിത്രകാരൻ വരയ്ക്കുന്ന ആംഗിളുകളിൽ വേണ്ടത്ര മാറ്റം. നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്ന ക്ലോസപ്പ്, മീഡിയം ഷോട്ട്, ക്രാങ്ക് ഷോട്ട് അതുപോലുള്ള സമ്പ്രദായങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അതിന് നല്ലൊരു ചിത്രകാരനും കൂടെ ഉണ്ടെങ്കിലേ അതൊക്കെ സാധിക്കുകയുള്ളൂ. അത് അമർ ചിത്രകഥയുടെയും ഈ പൈക്കോ ക്ലാസിക്സിൻ്റെയൊക്കെ ചിത്രങ്ങൾ അത്രയും പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ് വരച്ചിരിക്കുന്നത്. അന്ന് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ഇല്ലസ്ട്രേഷൻ ഒന്നുമല്ല. കമ്പ്യൂട്ടറോ ഇതൊന്നും ഇല്ല, സോഫ്റ്റ്വെയറൊന്നും ഇല്ല. അപ്പോൾ അന്നൊക്കെ മാനുവലായിട്ട് തന്നെ ചെയ്യണം ബോംബെയിൽ. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന കളർ സ്കീമുണ്ടല്ലോ മായാവിയിലൊക്കെ ഉള്ളത്, ഈ കളർ സ്കീമൊന്നും അന്ന് കമ്പ്യൂട്ടറിലൊന്നുമല്ല ചെയ്തിരുന്നത്. ഈ പോസ്റ്റർ കളറിൽ ട്രാൻസ്പെറൻറ്റ് പേപ്പറിൽ വർക്ക് ചെയ്യണേ, ആർട്ട് വർക്കിൻ്റെ മുകളിൽ അത് വെച്ചിട്ട് അങ്ങനെ മാനുവലായിട്ടാണ് ഈ കളർ സ്കീം ചെയ്തിരുന്നത്. അന്ന് കമ്പ്യൂട്ടർ കളറിംഗ് ഒന്നുമില്ലല്ലോ. പിന്നെ ഈ ലെറ്ററിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞു അത് ബൈ ഹാൻഡാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ കളറിംഗ് ഒന്നും ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇത് വളരെ, പിന്നെ ബ്രോമൈഡിൽ കളർ ചെയ്ത് ഒക്കെ ചെയ്ത് കൊടുക്കുന്നു. ട്രാൻസ്പെറൻറ്റ് കളേഴ്സ് ബ്രോമൈഡിൽ ആർട്ട് വർക്കിൻ്റെ ചെയ്ത് അന്ന് വളരെ മെനക്കെട്ടാണ് അത് വർക്കൊക്കെ ചെയ്തിരുന്നത്. അതിന് അത്ര സ്കില്ലായിട്ടുള്ള ആർട്ടിസ്റ്റുമാരും ഉണ്ട് അവിടെ, മഹാരാഷ്ട്രീയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കായിരുന്നു അത് അവിടുത്തെ. മാർത്താണ്ഡവർമ്മ വരയ്ക്കാൻ നേരത്ത്, അതേപോലെ വേലുത്തമ്പി ദളവ അത് വരയ്ക്കുന്ന സമയത്ത് എന്നെ ബോംബെയിൽ നിന്ന് കവടിയാർ പാലസിലേക്ക് അയച്ചു, തിരുവനന്തപുരത്ത്. കിഴക്കേക്കോട്ട, പടിഞ്ഞാറക്കോട്ട ഇതൊക്കെ കാണുക, അതിൻ്റെയൊക്കെ റെഫറൻസ് കളക്ട് ചെയ്യുക, കവടിയാർ പാലസിൽ പോവുക, അമ്മറാണിയെ കണ്ട് സംസാരിക്കുക. TR സുകുമാരൻ നായർ എന്ന് പറഞ്ഞ നടനായിരുന്നു, അദ്ദേഹത്തിനോട് അന്നത്തെ കോസ്റ്റ്യൂംസിനെ കുറിച്ച് ചർച്ച ചെയ്യുക, പിടന്മാരുടെയും കാര്യങ്ങൾ ഇതിനൊക്കെ ആയിട്ട് എന്നെ നാട്ടിലേക്ക് അയച്ചു, ഇങ്ങനെ അതൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ അവരങ്ങനെ ആ റെഫറൻസ് അത്ര കളക്ട് ചെയ്യാനും അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനും വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നത്. ഇന്നൊന്നും ആരും അത്ര അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഇംഗ്ലീഷ് ഫോർമാറ്റ് ഇന്ത്യ ബുക്ക് ഹൗസ് ചെയ്തിരുന്ന അനന്തപ്പൈ എഡിറ്ററായിരുന്ന ഒരു ഫോർമാറ്റാണ് ഉണ്ടായിരുന്നത്. വലിയ പ്രശസ്തരായ ചിത്രകാരന്മാരെ വെച്ചിട്ട് മലയാളത്തിൽ അത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്കൊരു കോപ്പിറൈറ്റ്, ഒരു റോയൽറ്റി ബേസിസിൽ കോപ്പിറൈറ്റ് തരികയാണ് ചെയ്തത്. അവർ ചെയ്തിരുന്നത് അതിൻ്റെ ലൈൻ ഡ്രോയിങ് മാത്രം ഞങ്ങൾക്ക് തരുമായിരുന്നു. അന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ ബ്രോമൈഡ് പ്രിൻറ്റുകളാണ് തന്നിരുന്നത്. ബ്രോമൈഡ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ പ്രിൻ്റ് തന്നെയാണ്. ഫോട്ടോ പ്രിൻറ്റിൻ്റെ സിൽവർ ബ്രോമൈഡ് പ്രിൻ്റ് എന്നുള്ള രീതിയിലുള്ള പ്രിൻ്റാണ് തന്നിരുന്നത്. അതിനകത്ത് കളറിങ് ഇല്ലാതെയാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ് ലെറ്ററിങ്ങോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതിനകത്ത് ഉള്ള ചിത്രങ്ങൾ മാറ്റാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ അതിനൊന്നും 2 ആഴ്ചയിൽ ഒരിക്കലും ഒരെണ്ണം ഇറക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പരിഭാഷ, അതിനകത്തെ ബലൂൺസ് നിറച്ച് അതിൻ്റെ ലെറ്ററിങ് ചെയ്യുക, അക്ഷരങ്ങൾ എഴുതി പിടിപ്പിക്കണം, അതിനകത്ത് കളർ സ്കീമുകൾ തീരുമാനിക്കണം, അച്ചടിക്കണം, മാർക്കറ്റിലെത്തിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ചിത്രങ്ങളുടെ ഫോർമാറ്റ് മാറ്റാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അധികം വേണ്ടി വന്നിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഉദാഹരണത്തിന് കായംകുളം കൊച്ചുണ്ണി എന്നുള്ള കഥ തീർച്ചയായിട്ടും കേരള ബന്ധത്തിലാണ് അമർ ചിത്രകഥ അത് ഇറക്കിയത്. ഞങ്ങളുമൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടെന്നും നമ്മളുടെ ഇൻപുട്ടുകളൊക്കെ സ്വീകരിച്ചിരുന്നു ഇത്തരം കഥകൾ ഇറക്കുന്നതിന്. അത് അങ്ങനത്തെ എല്ലാ റീജിയനിലെ കഥകളും അവരിറക്കിയിരുന്നു. അതിൽ കായംകുളം കൊച്ചുണ്ണിയിലെ അതിനകത്തെ കഥാപാത്രമായിട്ട് വരുന്ന ക്രിസ്ത്യൻ സ്ത്രീകൾ പ്രാചീന കാലത്ത് വെള്ള മുണ്ട് ഞെറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തൊക്കെ കയറി കളർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ മലയാളത്തിൽ വരുമ്പോൾ നമുക്ക് അരോചകമായിട്ട് തോന്നും. അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിമിതമായിട്ട് രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കേരള സ്റ്റോറീസ് ഒരുപാടുണ്ടായിരുന്നു. തച്ചോളി ഉദയനൻ അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചില മാറ്റങ്ങളോട് കൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. പരിഭാഷയിലാണ് വലിയ മാറ്റങ്ങൾ വേണ്ടി വന്നത്. അവരെഴുതിയ സ്ക്രിപ്റ്റുകളും ഇംഗ്ലീഷിലുള്ള സല്യൂട്ടേഷൻസും ഒന്നും ചേരില്ല. എന്നതിനല്ല ഈ അപ്രധാന കഥാപാത്രങ്ങൾ അവരുടെ പേരുകളുടെ ഉച്ചാരണം പോലും ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയാൽ ശരിയാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ശരിക്ക് പുരാണത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങാൻ എന്നെ സഹായിച്ചത് ഭാരതീയ പുരാണങ്ങളുടെ പ്രാഥമികമായിട്ട് മാലിയും പിന്നീട് ഇതിൻ്റെ എഡിറ്ററായി എന്നുള്ള. മാലി അതിൻ്റെ ഒരു കഥാപാത്രങ്ങളുടെ പരസ്പര ബന്ധങ്ങളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ മാലി രാമായണവും മാലി ഭാഗവതവും അങ്ങനെയൊക്കെയുള്ള മാലി ഭാരതവും ഒക്കെ വായിച്ച് ഞങ്ങൾക്ക് ഒരുവിധം ഉണ്ടായി. അല്ല ഒറിജിനലുകൾ വായിച്ചിട്ടല്ല ഞങ്ങൾക്ക് ഇത് കിട്ടി. ഒരു കാലത്തും ഒറിജിനലുകളല്ല ആദ്യം വായിക്കപ്പെടേണ്ടതും. ഈ കഥകൾ അതിന് മെച്ചമുള്ള കഥകളാണെന്നും അത് നമ്മുടെ പൈതൃകമാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നും അമർ ചിത്രകഥ എഴുതി. പുരാണം മാത്രമല്ല അമർ ചിത്രകഥ കൈകാര്യം ചെയ്ത് നമ്മുടെ ചരിത്ര പുരുഷന്മാരെ പരിചയപ്പെടുത്തി. അക്ബർ, താൻസൻ,
അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലുകൾ ആ ചരിത്ര പുരുഷന്മാരെ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അവരൊരിക്കലും മറക്കില്ല. താൻസിനെ കുറിച്ചിട്ട് ഇപ്പോഴേതെങ്കിലും സംഗീതജ്ഞൻ പറഞ്ഞാൽ കുട്ടിക്കറിയാം. ഇത് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത് ഞങ്ങൾ അമർചിത്രകഥ ക്വിസുകൾ നടത്തിയിരുന്നു. അമർചിത്രകഥയുടെ സെയിൽസ് പ്രൊമോഷൻ തന്നെയാണ് ക്വിസിൻ്റെ പിന്നിലുള്ള മാനേജ്മെൻറ്റിൻ്റെ പ്രേരണയെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വായനക്കാർ എത്രത്തോളം ഉൾക്കൊള്ളുന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് കൂടെയായിരുന്നു. ക്വിസുകൾ കൂടുതൽ നടത്തിയത് ഞാനാണ് നടത്തിയത്. അനന്തപ്പൈ നടത്തിയിട്ടുണ്ട്. അനന്തപ്പൈ സ്റ്റാർ എന്നുള്ള നിലയിൽ കൊണ്ടുവന്ന 2 ക്വിസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച്, തിരുവനന്തപുരത്ത് വെച്ചെന്ന് 3 ക്വിസ് നടത്തിയിട്ടുണ്ട്. ബാക്കി നടത്തിയ ക്വിസുകൾ മുഴുവൻ ഞാനാണ് നടത്തിയത്. എൻ്റെ മുൻഗാമി നടത്തിയിട്ടില്ല, എൻ്റെ പിൻഗാമികൾ നടത്തിയിട്ടില്ല. എന്നാൽ ക്വിസ് നടത്താനുള്ളൊരു താല്പര്യം ചെറുപ്പകാലത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതിന് അത് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തു. അത് വളരെ വലിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 400 ഒക്കെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കാൻ വരുന്നത്. പിന്നീട് അതിനകത്തൊരു ഫോക്കസ് ഉണ്ടായിട്ടില്ല. ഏതായാലും അമർചിത്രകഥ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് പുതിയ തലമുറയെ തിരിച്ചു വന്ന, അതൊരു മതപരമായ തിരിച്ചുവരവല്ല. ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിനും സ്വന്തമല്ല. താൻസനും അക്ബറും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ. കടമറ്റത്ത് കത്തനാരൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ സംസ്കാരം. അതൊക്കെ അത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്ന്. നമ്മുടെ പ്രാചീനമായ ലെജൻഡുകൾ, പ്രാചീനമായ നായകന്മാർ, പ്രാചീനമായ എപ്പിക്കുകൾ ഒക്കെ പരിചയപ്പെടുത്തേണ്ടതല്ലേ. അത് വളരെ സരസമായി, വളരെ ഭംഗിയായി. കാരണം അതിനകത്ത് വരച്ച ചിത്രകാരന്മാരുടെ കഴിവുകൊണ്ട് അതിമനോഹരമായിട്ടാണത്. ബാലപ്രസിദ്ധീകരണത്തെ പരസ്യത്തെപ്പറ്റി ഒരു വാക്ക് പറയാതിരിക്കുന്നത് തെറ്റാണ്. ഞങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിലെ പരസ്യങ്ങൾ പോലും ഞാനാണ് പലപ്പോഴും സംവിധാനം ചെയ്ത് ചിത്രകഥകളുടെ രൂപത്തിലും മറ്റുമൊക്കെയാണ് സംവിധാനം ചെയ്തതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ ഗിഫ്റ്റുകൾ, ഇതിനെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കും. ഇതിൻ്റെ കബീഷിൻ്റെ മുഖംമൂടി, കബീഷിൻ്റെ പാവ, കബീഷിലെ സിഗാളിൻ്റെ മുഖംമൂടി ഓണപ്പതിപ്പുകൾക്കും വിഷുപ്പതിപ്പുകൾക്കൊക്കെ കൂടെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊരു കോർപ്പറേറ്റ് ഇമേജ് ബിൽഡിങ്, കോർപ്പറേറ്റ് അല്ല ഞാൻ ഇത് ഉണ്ടാക്കി, ഇതിൻ്റെ ഒരു ബ്രാൻഡിങ്, ഇതിനകത്തെ കഥാപാത്രങ്ങളെ ബ്രാൻഡാക്കിക്കൊണ്ട് ഈ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു പ്രചാരം വർദ്ധിപ്പിക്കുക തന്നെയാണ് ലക്ഷ്യം. അത് മറച്ചു വയ്ക്കുന്നില്ല. എങ്കിൽ തന്നെ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഇടപെടലുകൾ വായനക്കാരുടെ ഇടയ്ക്ക് നടത്താനും ഒരു പത്രാധിപർക്ക് കഴിയണം. ഈ പൂമ്പാറ്റയുടെ എല്ലാം പൂമ്പാറ്റ ആദ്യം പയ്യാൻ കമ്പനിയിൽ നിന്ന് പിന്നീട് നമ്മുടെ ഗുഡ് നൈറ്റ് മോഹൻ പൂമ്പാറ്റയുടെ അവകാശങ്ങളെല്ലാം വാങ്ങിക്കുകയുണ്ടായി, മനോരാജ്യം ഗ്രൂപ്പ്. അവിടെയാണ് പിന്നെ വീണ്ടും നമ്മൾ അമർചിത്രകഥ തുടങ്ങുന്നത്. കാരണം പൂമ്പാറ്റയിൽ ഞാൻ 2ാമത് ചെന്നപ്പോൾ പൂമ്പാറ്റയിൽ എനിക്കൊരു വലിയ റോള് അത്രയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരുപാട് സമയം ബാക്കി. എനിക്ക് ഒരിക്കലും ഓഫീസിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, അപ്പം ഞാൻ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു നമുക്കൊരു പുതിയൊരു ചിത്രകഥ സീരീസ് തുടങ്ങിയാലോ എന്നുള്ളൊരു അഭിപ്രായം വെച്ചപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ അതിനെ സമ്മതിച്ചു. അങ്ങനെ ആ ചിത്രകഥകൾ നമ്മൾ തുടങ്ങുന്നുണ്ടായി. അത് ഞാൻ തന്നെ മുഴുവൻ സ്ക്രിപ്റ്റ് എഴുതി. ഇന്നിപ്പോൾ മനോരമയുടെ ആർട്ടിസ്റ്റായ സജീവ് സെബാസ്റ്റ്യൻ, ആർട്ടിസ്റ്റ് മോഹൻദാസ്, പിന്നെ ആർട്ടിസ്റ്റ് ശിവൻ, ഇവരെല്ലാം അപ്പോൾ അവിടെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് അത് ശരിക്കും ആ ഒരു ഇന്ത്യ ബിക്കോസ് എന്താണോ ചെയ്ത ആ ഒരു പാറ്റേൺ നമ്മൾ അതേപടി ഫോളോ ചെയ്തിട്ടാണ് ആ ഒരു ചിത്രകഥയുടെ സീരീസ് തുടങ്ങിയത്. പൂമ്പാറ്റ അമർ ചിത്രകഥ എന്നുള്ള പേരാണെന്ന് ലോകത്ത് എല്ലായിടത്തും അറിയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പേര് നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടും പോയി. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തി പൂമ്പാറ്റ അമൃത ചിത്രകഥ എന്ന് പറഞ്ഞാണ് ആ ഒരു സീരീസ് ചെയ്തത്. ആ ചിത്രകഥകൾ എല്ലാത്തിൻ്റെയും ഏതാണ്ട് 50 ചിത്രകഥയും സ്ക്രിപ്റ്റ് എല്ലാം സ്വന്തമായിട്ട് എഴുതിയത്. അതൊന്നും വിവർത്തനങ്ങളായിരുന്നില്ല. അമർ ചിത്രകഥയുടെ എല്ലാം വിവർത്തനങ്ങളായിരുന്നു മലയാളത്തിലേക്ക്. നമ്മൾ ചെയ്തതെല്ലാം സ്വന്തം കഥകൾ കണ്ടുപിടിച്ച് ചെയ്യുമായിരുന്നു. 90കളിൽ ബാലരമ കൂടുതൽ പ്രചാരത്തിൽ വന്ന സമയത്ത് പൂമ്പാറ്റയ്ക്ക് കുറേ ചിത്രകഥകൾ സിൻഡിക്കേഷൻ പ്രശ്നങ്ങൾ കാരണം നഷ്ടപ്പെട്ടു. പൂമ്പാറ്റയിലെ ഏറ്റവും ജനപ്രിയനായിരുന്ന കഥാപാത്രമായ കപീഷിനോട് വരെ പൂമ്പാറ്റയ്ക്ക് വിട പറയേണ്ടി വന്നു. ഈ സമയത്ത് കപീഷിൻ്റെ വാലിൽ പിടിച്ചുകൊണ്ട് പുതിയൊരു കഥാപാത്രത്തിനെ പൂമ്പാറ്റ സൃഷ്ടിച്ചു. ഒരുപാട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരു കഥാപാത്രം. കപീഷ് പെട്ടെന്ന് പൂമ്പാറ്റ ഇല്ലാണ്ടായി. അന്ന് ഞങ്ങളത് ശരിക്കും പറഞ്ഞാൽ അത് 2-3 എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് കപീഷ് അവിടെ പോയി എന്നുള്ളത്. അപ്പോഴാണ് കിഷ്കു എന്നൊരു കഥാപാത്രം പൂമ്പാറ്റയിൽ വരുന്നത്. കപീഷിന് അത്രയും പോപ്പുലർ ആയിരുന്നെങ്കിലും കിഷ്കുവിന് ആ സമയത്തൊരു കാര്യം, വേറൊരു കുരങ്ങൻ ഉള്ള ഒരു ക്യാരക്ടറില്ല. അന്ന് ഈ ടി വിയിലെ മഹാഭാരതവും രാമായണവും എല്ലാം വളരെ പോപ്പുലർ ആയിരിക്കുന്ന സമയമാണ്. ഈ കിഷ്കുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അംഗദൻ്റെ മകനായിട്ടാണ് ഈ കിഷ്കുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അത് നമ്മൾ ഒരു ദൈവിക സ്വഭാവമുള്ള കുറച്ച് ഒരു ഹാലോ ഉള്ള ഒരു ക്യാരക്ടർ, അതേസമയം കുറച്ച് ശക്തിയുണ്ട്. എവിടേക്കോ ഹനുമാൻ്റെ ടച്ച് ഉണ്ട്, എവിടേക്കോ കബീഷിൻ്റെ ടച്ച് ഉണ്ട്. പക്ഷേ ഹി വാസ് അബൌവ് ദം. നമ്മൾ വേറൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. അന്ന് സ്കൂളിൽ വളരെ പോപ്പുലർ, ഞങ്ങൾ അന്നൊരു 5-ലോ 6-ലോ 7-ലോ പഠിക്കുന്ന വളരെ പോപ്പുലർ ആയിരുന്നു ആ ക്യാരക്ടർ.
അന്ന് ഞങ്ങളുടെ കൂടെ കൃഷ്ണകുമാർ എന്ന പേരുള്ള എല്ലാവരും നമ്മൾ കിഷ്കു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഒരുപാട് കിഷ്കുമാർ നമ്മുടെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഒരു ക്ലാസ്സിലൊരു ദിവസം എന്തോ ഇത് വന്നപ്പോൾ, എന്തോ പുരാണത്തിൻ്റെ ഏതോ ഒരു ഇത് വന്നപ്പോൾ, ഹനുമാനെ പറ്റി എന്തോ വന്ന് പറഞ്ഞപ്പോൾ കിഷ്കു അംഗദൻ്റെ മകനാണ് എന്ന് ക്ലാസ്സിലൊരാൾ പറഞ്ഞു. ഞങ്ങളെല്ലാം സെക്കൻഡ് ചെയ്തു. ഇത്രയും പേരത്ത് വളരെ പോസിറ്റീവായിട്ട് ഉറപ്പായിട്ട് ഇങ്ങനൊരു കഥാപാത്രം ഉണ്ട്, ഇങ്ങനൊരു കഥാപാത്രം നമ്മൾ പുരാണത്തിലുണ്ടെന്ന് ഞങ്ങളുടെ സാറിനൊരു കൺഫ്യൂഷനായി. മലയാളം പഠിപ്പിക്കുന്ന സാറിന് കൺഫ്യൂഷനായി. അദ്ദേഹം ഒന്ന് ഏതോ എൻസൈക്ലോപീഡിയ എന്തോ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല. ഞങ്ങൾ പറഞ്ഞു അല്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വി ടുക്ക് ദാറ്റ് കോമിക് ഔട്ട്. അങ്ങനെയാണത് കൊണ്ടുവന്നത്. അത് ഇപ്പോൾ ഇതിനെപ്പറ്റി ഓർക്കാൻ പിന്നെ ഇത് നമ്മളെ ഇത് കിഷ്കു വരച്ച മോഹൻദാസിനെ കണ്ടപ്പോൾ ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. കിഷ്കു തുടങ്ങാൻ കാരണം കബീഷ. കാരണം കബീഷ് ആ ഇടയ്ക്ക് പൂമ്പാറ്റയിൽ വന്നിരുന്ന് നിർത്തലാക്കി. അപ്പം എന്നാൽ ഒരു പുതിയ കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കിഷ്കുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരെ വരയ്ക്കുമ്പോൾ ആൾമോസ്റ്റ് എല്ലാ കുരങ്ങന്മാർക്കും ഒരു ചായ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ കബീഷിനെ വരച്ച് ശീലമുള്ളതുകൊണ്ട് ഞാൻ ഏത് കുരങ്ങനെ വരച്ചാലും കബീഷാവും. അപ്പോൾ ഈ കബീഷിൻ്റെ ചായ വരാൻ പാടില്ല, അതിനൊരു വ്യത്യാസം വേണം. അപ്പോൾ കിഷ്കുവിന് ഒരു കിരീടം കൊടുക്കാം. പിന്നെ എന്തെങ്കിലും പവർ വേണമല്ലോ ഈ കുരങ്ങനെ. കബീഷിന് വാല് നീട്ടുന്ന പവറാണ്. പക്ഷേ കിഷ്കുവിന് ഒരു പവർ കിട്ടണം. അതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലൊരു മാല, ആ മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. അപ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ ഏത് രൂപം മാറാം, ഏത് രൂപം അങ്ങനെയുള്ള ഒരു പവർ. വാല് നീട്ടുന്നത് പറ്റില്ല, വാല് നീട്ടുന്നത് കബീഷിന് മാത്രമേ പറ്റില്ല. അപ്പോൾ ഇങ്ങേർക്ക് ഈ പവർ കൊടുത്തു. അങ്ങനെ അതിൽ ഈ കിഷ്കുവിൽ കുറേ ഇതേപോലെ തന്നെ കുറേ കഥാപാത്രങ്ങൾ അതിൽ വില്ലന്മാരും അതേപോലെ മൃഗങ്ങളിൽ ഉള്ള പുലി, ആന അങ്ങനെയുള്ളതൊക്കെ അതുണ്ട്. പിന്നെ നായാട്ടുകാർ, പിന്നെ മറ്റ് നാട്ടിലെ ചില വില്ലന്മാർ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ അതിൽ വന്നു കിഷ്കുവിൽ. അങ്ങനെയാണ് കിഷ്കു വന്നത്. കിഷ്കു ഏതാണ്ട് കുറേ കഥകളൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ അത് നിന്നുപോയി, അതായത് പൂമ്പാറ്റയിൽ നിന്നുപോയി. കുട്ടികളുടെ മാസികയിൽ എഴുതുന്നവർക്ക് പൊതുവെ അംഗീകാരങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറികടക്കുന്ന വലിയൊരു ആഹ്ലാദം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ ഒന്നാം നിരയിൽ നിൽക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, വാരികകൾ, ഇതെല്ലാം വെറും ആയിരങ്ങൾ മാത്രമാണ് അച്ചടിച്ചിരുന്നത്. ഇതൊരു 1,00,000 കവിഞ്ഞു പോയ മാസികകൾ അപൂർവത്തിൽ അപൂർവമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ സാഹിത്യ മാസികകളെല്ലാം. പക്ഷേ പൂമ്പാറ്റയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ബാലരമയെ സംബന്ധിച്ചതൊക്കെ ലക്ഷങ്ങൾ വിൽക്കുന്ന മാസികകളാണ്. അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു അംഗീകാരത, കാരണം ഇന്ന് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എഴുത്തുകാരന് കിട്ടുന്ന അംഗീകാരത്തേക്കാൾ ലക്ഷങ്ങളുടെ വായനക്കാർ കുട്ടികളുടെ മാസികയിലെ എഴുത്തുകാർക്കുണ്ട്. പക്ഷേ ഒരു ദൗർഭാഗ്യം എന്ന് വെച്ചാൽ ആ പേരുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ആനന്ദിക്കാം, നമുക്ക് ലക്ഷക്കണക്കിന് വായനക്കാരുണ്ടല്ലോ എന്നുള്ളൊരു ആനന്ദം നമ്മളെപ്പോഴും ഈ കാര്യത്തിൽ നയിക്കാറുണ്ട്. അപ്പോൾ അന്ന് പൂമ്പാറ്റ പ്രസിദ്ധീകരണം ഏറ്റെടുക്കുന്ന കാലത്തെ ഒരു ഞങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയാവുന്ന 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നിന്നാണ് ടാർഗറ്റെങ്കിൽ ആ കുട്ടികളുടെ മനോഭാവവും അന്നത്തെ അവരുടെ ജീവിതപരിചയവും ലോകപരിചയവും നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള, അതിനോട് യോജിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഉള്ളടക്കത്തിൻ്റെ ഒരു കോമ്പിനേഷൻ. അതിനകത്ത് അല്പം വിജ്ഞാനം അവർക്ക് താല്പര്യമുണ്ട്, കൗതുകകരമായ കാര്യം താല്പര്യമുണ്ട്, ഫലിതം കലർന്നിട്ടുള്ള കഥകൾ താല്പര്യമുണ്ട്, ചിത്രകഥകൾ താല്പര്യമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ അന്ന് ലഭ്യമായത് ടെലിവിഷൻ ലഭ്യമായിരുന്നില്ല. ടെലിവിഷൻ ലഭ്യമായിരുന്നപ്പോഴും പരിമിതമായ ടെലിവിഷൻ എക്സ്പോഷറേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് വീഡിയോ ഗെയിമുകൾ ലഭ്യമായിരുന്നില്ല. അതേസമയം ധാരാളം സിനിമകളും പാട്ടുകളും അവർക്ക് ലഭ്യമായിരുന്നു. അന്ന് കാസറ്റ് റെക്കോർഡറുകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകൾ ആണ് ഉണ്ടായിരുന്നത്. അതും അതിൻ്റെ തുടക്കകാലത്തെ കണ്ടൻറ്റുകൾ പുതുക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ഞങ്ങൾ സാധാരണ പറയുന്നൊരു 10 പുതിയ സംരംഭങ്ങൾ പൂമ്പാറ്റയിൽ ആരംഭിച്ചാൽ അത് 2 or 3 എണ്ണം പച്ച പിടിക്കൂ. പച്ച പിടിക്കാത്തതൊക്കെ ആരും അറിയാതെ ഉടനെ തന്നെ നിർത്തിപ്പോവുക. നമുക്കതിനകത്ത് നിർബന്ധ ബുദ്ധി പാടില്ല. നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്യും, ഇത് പറ്റുന്നുണ്ടോയെന്ന്. പറ്റാത്തതൊക്കെ നിർത്തിക്കളയും, പറ്റുന്നത് കൂടുതൽ പൊലിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇന്ന് ആ പഴയ ഫോർമുല ഒരിക്കലും വിജയിക്കില്ല. അത് സിനിമയിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാവുന്നതാണല്ലോ. 70കളിലെ സൂപ്പർ ഹിറ്റായ സിനിമ ഇപ്പോൾ നമ്മളൊരു ആർക്കൈവിൽ മനോഭാവത്തോടു കൂടി നോക്കിയാലേ
നമുക്ക് രസിക്കാൻ പറ്റുമോ? അത് ഇന്നത്തെ സിനിമയ്ക്ക് അത് ആവർത്തിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ സിനിമയായിരിക്കണം. ഇന്ന് പ്രസിദ്ധീകരണങ്ങൾക്ക് അപജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രീതിയിൽ അവർ ഉള്ളടക്കവും അതിൻ്റെ രീതികളും പുതുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇന്നത്തെ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ പലതും കുട്ടികളുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ ഇല്ല. ആ കുട്ടികളുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് നേരിട്ട് സംവദിക്കാൻ പത്രാധിപന്മാർ തന്നെ ഒരു അവസരം ഉണ്ടാക്കുക. പൂമ്പാറ്റ ചെയ്ത വലിയൊരു കാര്യം അതാണ്. പൂമ്പാറ്റയുടെ കാലത്ത് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളുടെ മാസികയ്ക്ക് വായനക്കാർ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർ വായിക്കുന്നില്ലെന്ന് നമ്മൾ വിലപിക്കുമ്പോൾ അവരുള്ളൊരു ഇൻറ്ററാക്ഷൻ എപ്പോഴും നമ്മൾ ഒഴിവാക്കി കളയുകയാണ്. പണ്ട് പൂമ്പാറ്റയിൽ പൂമ്പാറ്റ കളരി എന്നുള്ളൊരു പേജ് ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ കവിത അച്ചടിച്ച് വന്നത് പൂമ്പാറ്റ കളരിയിലാണ്. അപ്പോൾ എനിക്കുള്ളൊരു ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു പൂമ്പാറ്റ കളരി. ഇന്ന് അത് ചെയ്യുന്നത്, ഒന്ന് കുട്ടികൾ എഴുതുന്നില്ല, രണ്ട് പത്രാധിപ സമിതിയിലെ ഒരാൾ തന്നെ ആ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു കഥയോ ഒരു പാട്ടോ ഒരു വഴിപാട് പോലെ അതിനകത്ത് കൊടുക്കുന്നത്. ഇതല്ല വേണ്ടത്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പേജുകൾ നീക്കി വയ്ക്കുക, അവർക്ക് അതിനുള്ളൊരു അവസരം കൊടുക്കുക. ഇതെല്ലാമാണ് ഇന്ന് ഒരു മാസിക ചെയ്യേണ്ടത്. ഇന്ന് അതെല്ലാം ചെയ്യാതായിപ്പോയി. ഇതെല്ലാം ഇന്നത്തെ മാസികകളിൽ ഞാൻ കാണുന്ന ഒരു പരാജയമാണ്. 70കളിൽ ചിറകടിച്ച പൂമ്പാറ്റയുടെ കൊടുങ്കാറ്റിൽ ഒരുപാട് ബാലമാസികകൾ ജനിച്ചു. 90കളിൽ എത്തിയപ്പോഴേക്കും അവയിൽ 3 പേർ വേറിട്ട് നിന്നു. അവരുടെ കഥകൾ തേടി നമുക്ക് പോവാം. സല്യൂട്ട് അല്ല ഇവിടെ പ്രശ്നം. വാക്സിൻസ് ഒക്കെ കിട്ടിയില്ലേ? എവിടെ? ഉണ്ണിക്കുട്ടൻ, ഉത്തരാമചരിതം, മനോരാജ്യം, ടോംസ്, പൂമ്പാറ്റ എവിടെ? അടിയിലുണ്ട് സാർ. അടിയില്ല, ഇവിടെ. മിടുക്കൻ. കൈ കൊടുക്ക്. സമയായിട്ടില്ല, പിന്നെ തരാം.